ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ അതിഥി, അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു സന്യാസിയുമാണ്. ഇദ്ദേഹം ഒരു ഫ്ലവറുമാണ്, ഫയറുമാണ്. പൂവും തീയും ഒന്നിച്ചു ചേർന്ന വ്യക്തി. ഒരു സൈഡിൽ പൂജകൾ നടത്തുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ സ്റ്റേറ്റിന്റെ ഭരണവും നോക്കുന്നു. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. പ്ലീസ് വെൽക്കം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിങ്ങളുടെ ഈ കയ്യടി തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ നമ്മുടെ ജഡ്ജിയെ വിളിക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ജഡ്ജി വളരെ സ്പെഷ്യലായ വ്യക്തിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ദില്ലി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ് ഇദ്ദേഹം, പ്രൊഫസർ യുഗേഷ് സിംഗ്. കോടതിയുടെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. ഇവിടെ ചോദ്യങ്ങളും വിചാരണയും തുടങ്ങുന്നതിന് മുൻപ് യോഗി ആദിത്യനാഥ് സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ പൊളിറ്റിക്കൽ കരിയർ ഒരു അതിശയത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതം അത് ഉന്നതിയിലെത്തിച്ചു. 33 വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം സ്റ്റുഡൻസ് ലീഡറായിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ കണ്ട ചിലർ അജയ് നല്ല ക്യാമ്പയിനർ അല്ല എന്ന് പറഞ്ഞു. ഇന്ന് യോഗി ആദിത്യനാഥ് BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്. कोरोना का संकट आया, देश में कोई आपदा आई, राहुल गांधी सबसे पहले देश छोड़ करके भागे. എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഫേമസ് ആകാൻ തുടങ്ങി. യോഗി ആദിത്യനാഥ് രാമക്ഷേത്ര പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പോൾ ജനങ്ങൾ ക്ഷേത്രം അവിടെ തന്നെ നിർമ്മിക്കുമെന്നും പക്ഷേ അതിന്റെ തീയതി പ്രഖ്യാപിക്കുന്നില്ലെന്നും പറഞ്ഞു. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ റെക്കോർഡ് സമയത്ത് മനോഹരമായ രാമക്ഷേത്രം നിർമ്മിച്ചു. मंदिर वही बना है जहां बनाने का संकल्प लिया था. യോഗി ആദിത്യനാഥ് ഘോരക് പീഠത്തിന്റെ പീഠാധിപതി ആയപ്പോൾ ജനങ്ങൾ ഇദ്ദേഹം മഠം എങ്ങനെ നിർവ്വാഹം ചെയ്യുമെന്ന് സംശയിച്ചു. പക്ഷേ ഇദ്ദേഹം ഘോരക്പൂരിലെ മഠം ഒരു ശക്തിയുള്ള സ്ഥലമായി മാറ്റിയെടുത്തു. യോഗി ആദിത്യനാഥ് ആദ്യമായി പാർലമെന്റ് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇദ്ദേഹം ഒരു നല്ല നേതാവല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം കേൾക്കുവാൻ തന്നെ ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നു. 10 मार्च के बाद पूरी गर्मी शांत करवा देंगे. 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ യോഗി ആദിത്യനാഥ് ലോക്സഭാ മെമ്പറായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞത് യോഗിയെ സൈഡ് ലൈൻ ആക്കി എന്നുള്ളതായിരുന്നു. പക്ഷെ യോഗി UPയുടെ അസംബ്ലി ഇലക്ഷനിൽ വളരെ നന്നായി ക്യാമ്പയിൻ ചെയ്തു. അതോടൊപ്പം 2017 നരേന്ദ്രമോദി യോഗിയെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാക്കി. आदित्यनाथ योगी ईश्वर की शपथ लेता हूं कि യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് കാവി വസ്ത്രം ധരിച്ച ഇദ്ദേഹം എങ്ങനെ ഭരിക്കുമെന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർവേ എടുത്തു നോക്കുമ്പോൾ യോഗി ആദിത്യനാഥാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. UP ഇലക്ഷനിൽ യോഗി ആദിത്യനാഥിന് BJPയെ ഓരോ പ്രാവശ്യവും ജയിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറയും. പക്ഷേ യോഗി ആദിത്യനാഥ് 4 പ്രാവശ്യമാണ് BJPയെ ഉത്തർപ്രദേശിന്റെ ഭരണത്തിൽ കൊണ്ടുവന്നത്. പല പ്രാവശ്യവും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പല ചർച്ചകളും ഉണ്ടായി. പക്ഷേ നരേന്ദ്രമോദിയുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു.
UP പ്ലസ് യോഗി എന്ന് നരേന്ദ്രമോദി ഉച്ചത്തിൽ പറഞ്ഞു. यूपी प्लस योगी बहुत है उपयोगी. നരേന്ദ്രമോദി തന്റെ പ്രസംഗങ്ങളിൽ യോഗിയെ പുകഴ്ത്തിയതിനു ശേഷം എല്ലാ ചർച്ചകളും അവിടെ അവസാനിച്ചു. योगी जी भी वैसे और मोदी जी भी ऐसे. ये मोदी योगी खप क्यों रहा है? हमारे तो बच्चे हैं नहीं, हम खप रहे हैं आपके बच्चों के लिए. സനാതനത്തിന്റെ രൂപം, ശക്തിയെ പൂജിക്കുന്ന വ്യക്തി, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആപ്കെ അദാലത്തിൽ അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളെ സ്വയം വാദിക്കുന്നതായിരിക്കും. യോഗി സാർ, ജനങ്ങൾ താങ്കളുടെ മേൽ എത്രത്തോളം ഭ്രാന്തായിരിക്കുന്നെന്ന് ഇവിടെ കാണുമ്പോൾ തന്നെ താങ്കൾക്ക് മനസ്സിലായി കാണും. ഇനിയും പല കാര്യങ്ങളും ഞങ്ങൾ റിസർച്ച് ചെയ്തു, അത് തീർച്ചയായിട്ടും ഇവിടെ പറയണം. ഒരു യുവാവ് തന്റെ നെഞ്ചിൽ യോഗി ആദിത്യനാഥിനെ പച്ച കുത്തിയിരിക്കുകയാണ്, അതും കാണിക്കാം. മറ്റൊരു യുവാവ് തന്റെ കയ്യിലാണ് താങ്കളുടെ ഫോട്ടോ പച്ച കുത്തിയിരിക്കുന്നത്. മറ്റു ചിലർ താങ്കളെ വിളിക്കുന്നത് ബുൾഡോസർ ബാബ എന്നാണ്. അതിനുശേഷം ചില ജനങ്ങൾ അവരുടെ കയ്യിൽ ബുൾഡോസറാണ് ടാറ്റു ആയിട്ട് കുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് തന്നെ വളരെ കുറവാണ്. എല്ലാത്തിലും വളരെ വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഒരിക്കൽ അക്ബർപൂരിൽ വെച്ച് പറഞ്ഞിരുന്നു, അതായത് ഈ സ്ഥലത്തിന്റെ പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണെന്ന്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാ പേരും മാറ്റാൻ തുടങ്ങി. പ്രിയങ്ക ഗാന്ധി താങ്കൾക്ക് ഫോൺ ചെയ്ത് എന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അതിന് താങ്കൾ 4 വർഷത്തിൽ ഒരിക്കലല്ലേ നിങ്ങൾ വരുന്നത്, അതുകൊണ്ട് ഫെബ്രുവരി 29 എന്ന് പറഞ്ഞു. അമീർ ഖാൻ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് താങ്കളുടെ പേര് അമർ ഖന്ന എന്ന് പറഞ്ഞു. ജാക്ലിൻ ഫെർണാണ്ടസിനോട് താങ്കൾ ജാനകി എന്ന് പറഞ്ഞു. ഒബാമയുടെ പേര് സുദാമ. പിന്നെ രാഹുൽ ഗാന്ധി താങ്കൾക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ നീ ഒരു പപ്പുവാണ്, അതുകൊണ്ട് പപ്പു എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ വെറും തമാശനാണ്. പക്ഷേ സത്യത്തിൽ താങ്കളുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ 2 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അവർക്ക് 2 പേർക്കും ചണ്ഡി ഭവാനി എന്ന് പേര് വെക്കുകയും ചെയ്തു. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേ. അതിനുശേഷം രവി കിഷൻ സാർ, ഖോരഗ്പൂരിലെ പാർലമെന്റ് മെമ്പർ, അദ്ദേഹം ഒരിക്കൽ ആപ്കെ അദാലത്തിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം താങ്കളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കത്തുമ്പോൾ തീയാണ്, അണഞ്ഞു കഴിഞ്ഞാൽ വെറും ചാമ്പലാണെന്ന്. ആ ചാമ്പലിൽ നിന്നും ഉണ്ടാകുന്ന വെടികൊണ്ടാണ് യോഗി ആദിത്യനാഥ്. ഈ എല്ലാ ഭ്രാന്തിനും എന്തെങ്കിലും ഉത്തരം താങ്കളുടെ കൈവശമുണ്ടോ? ഞാൻ നോക്കുവാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണ ഒരു കാര്യകർത്താവാണ്. അതിനു മുമ്പ് ഞാനൊരു യോഗി. ഒരു യോഗിയുടെ രൂപത്തിൽ എൻ്റെ മതം വഴിയുള്ള എൻ്റെ സ്പിരിച്വൽ ട്രാവലിൽ അത് ഞാൻ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ എൻ്റെ രാഷ്ട്രീയ പണികളൊക്കെ അതിനും ഞാൻ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കറക്റ്റായ വഴി ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ പിന്നാലെ വരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതിൻ്റെ ഒപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ നാഷണൽ ക്യാമ്പയിൻ, അതിൽ ഞാനും ഒരു ഭാഗമാണ്. അത് പ്രധാനമന്ത്രി മോദിജിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇന്ന് നമ്മളൊരു പുതിയ ഉയരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ മുഴുവൻ വിശ്വാസത്തോടെയാണ് പറയുന്നത്. ഇതാണ് നാടിനും നല്ലത്. ഇതിലാണ് ഈ ലോകത്തിൻ്റെ നന്മയും അടങ്ങിയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ്
ജനങ്ങൾ താങ്കളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. വരൂ, ആപ്കി അദാലത്തിലെ വിചാരണ നമുക്കിപ്പോൾ തുടങ്ങാം. യോഗി ആദിത്യനാഥിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം, ഇദ്ദേഹം ഹിന്ദുത്വ എന്ന പേര് വെച്ച് രാഷ്ട്രീയം നടത്തുന്നു. യോഗി സാർ, ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. പക്ഷേ അഖിലേഷ് സാറിന്റെ ചിറ്റപ്പൻ പ്രൊഫസർ രാം ഗോപാൽ യാദവ്, അദ്ദേഹം ഇന്ത്യയിൽ എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്ന് ചോദിക്കുന്നു. അതിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് അത് കെട്ടിയിരിക്കുന്നത്. എനിക്കറിഞ്ഞതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും പറയണമെങ്കിൽ ഓരോ ഇന്ത്യയിലുള്ള പൗരനും സന്തോഷപ്പെടേണ്ടതും ഗൗരവിക്കേണ്ട കാര്യമാണ്. അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് സാക്ഷാൽ ശ്രീരാമന്റെ ഏറ്റവും വലിയൊരു അമ്പലമാണ് ഇപ്പൊ കിട്ടിയത്. അയോധ്യയുടെ അകത്ത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോരും മോശം രീതിയിൽ വെയിലടിച്ചാലും അപ്പോഴും വരുന്നുണ്ട്. അയോധ്യയിൽ, ഇന്നത്തെ ഈ അയോധ്യയിൽ ഇപ്പൊ വരുന്നവർക്ക് 10 വർഷം മുൻപുള്ള അയോധ്യയാണോ ഇന്നെന്നുള്ളതിൽ ഒരു ഡൗട്ട് തന്നെയുണ്ട്. ഇതാ അയോധ്യ തന്നെയാണോ എന്ന് ആലോചിക്കുവാണ്. ഞാൻ ഒരുപാട് വട്ടം കണ്ടു, അതായത് നാട് മുഴുവനുള്ള ആൾക്കാർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ഥലത്തിലുള്ള തൂണൊക്കെ തൊടുമ്പോൾ അവരുടെ കണ്ണിൽ ഞാനൊരു കണ്ണീർ തന്നെയാണ് കണ്ടത്. ഞാനെന്ന് അവരുടെ അടുത്ത് ചോദിച്ചത്, എന്തിനു വേണ്ടിയാ ഇത്രയും എമോഷണൽ ആവുന്നെന്ന്. അന്നവര് പറഞ്ഞത്, ഇത് കാണാനായിട്ട് തന്നെ എന്തോരും തലമുറകളായിട്ട് ഞങ്ങൾ കാത്തിരുന്നോ. 500 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ഇന്ന് മോദിജി തീർത്തുവെച്ച് തന്നിരിക്കുന്നത്. അയോധ്യയുടെ കാര്യം മാത്രമല്ലാണ്ട് ഈ നാട്ടുകാർക്ക് പറ്റാത്തതാണ് മോദിജി ഇന്ന് നടത്തി കാണിച്ചിരിക്കുന്നത്. ആരെക്കൊണ്ടും പറ്റാത്തത്. ഞങ്ങളെ മാത്രമല്ലാണ്ട് ഞങ്ങളെ ഒരാൾ എത്തി നോക്കുന്ന രീതിയിലാണ് മോദിജി ഇത് പണിത് കയറ്റി വെച്ചിരിക്കുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി. ഞങ്ങള് രാമന്റെ അമ്പലം കെട്ടേണ്ട സ്ഥലത്ത് ഒരു അടിക്കല്ല് വെക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ കണ്ടതാണ് ഞങ്ങളൊക്കെ. അത് കെട്ടിവരുന്ന ഓരോ വഴിയും കണ്ടതാ. അത് മാത്രമല്ലാണ്ട് രാമൻ ഏകദേശം 500 വർഷത്തിന് ശേഷം ഹോളിയും ജന്മോത്സവവും പോലെ ഫെസ്റ്റിവൽ ആഘോഷിക്കേണ്ട സമയമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് മോദിജിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്രൊഫസർ പറയുന്നത് ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള ഞാൻ അങ്ങോട്ട് വരാം. സമാജ്വാദ് പാർട്ടിയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ പാർട്ടിയുടെ ഭരണകാലത്താണ് അയോധ്യ അമ്പലത്തിൽ ഒരു വലിയ അറ്റാക്ക് നടന്നത്. കാശിയിൽ ശങ്കട് മോഷനിലും ആ അറ്റാക്ക് നടന്നിരുന്നു. ഇവരുടെ ഭരണകാലത്താണ് ലക്നൗ, അയോധ്യ, വാരണാസിയിലും അറ്റാക്ക് സംഭവിച്ചിരുന്നതൊക്കെ. അന്ന് അഖിലേഷ് യാദവ് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് അന്ന് ആദ്യം അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ ആക്രമിച്ച വലിയ ആൾക്കാരുടെ മേത്തുള്ള കേസൊക്കെ വാപ്പസ് എടുക്കാനുള്ള പണിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കോർട്ടിന് വളരെ നന്ദി പറഞ്ഞേ പറ്റൂ. കോർട്ട് അന്ന് മോശപ്പെട്ട എല്ലാ മനുഷ്യരെയും തന്നെ പുറത്തു വരാൻ വിടാണ്ട് തടഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ എന്തു വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. രാമന്റെ ഓരോ ഭക്തന്മാരെയും വെടിവെച്ചവര് ഇവരൊക്കെ രാമനെ വെറും ഒരു കഥയായിട്ട് മാത്രമാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിന് ഹിസ്റ്ററി മാത്രമാണ് സാക്ഷി. ആരൊക്കെയാണോ രാമനെതിരായിട്ട് ഇരിക്കുന്നത് അവർക്കൊക്കെ നാശം കാത്തിരിക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് ഓരോ കാര്യം സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയണമെങ്കിൽ जाके प्रभु दारुण दुख दीना ताके मति पहले हर लीना. ഈ അവസ്ഥ തന്നെയായിരിക്കും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ദൈവം കഷ്ടം എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇവർ നാടിനെ കഷ്ടപ്പെടുത്താൻ പോകുന്നവരാണ്. ഇന്ത്യയുടെ തന്നെ വിശ്വാസത്തിലും കളിച്ച് ആ വിശ്വാസത്തിൽ കളിച്ചവരുടെ ഒപ്പം കളിക്കാനായിട്ട് കാത്തിരിക്കുന്നു. ജനങ്ങളെ ഇവർ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അവർക്ക് മിച്ചമുള്ള ജീവിതം കഷ്ടം കൊണ്ട് മാത്രമാണ് നിറഞ്ഞിരിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഫലവേ കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ അവസാനിക്കേണ്ട സമയം എത്തി. അതുകൊണ്ടാണ് രാമനെയും രാമന്റെ അമ്പലത്തിനെയും അവർ എതിർത്തോണ്ടിരിക്കുന്നത്. ഇന്ന് വേറെ പണിയും അറിയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് മഹാരാഷ്ട്രയിലുള്ള കോൺഗ്രസ് നേതാവായ നാനാ പട്ടേലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ ക്ഷേത്രം പവിത്രമാക്കുമെന്നാണ്. അത് ഗംഗാജലത്തിൽ ശുദ്ധമാക്കുമെന്നും പറയുന്നു. അതെ, നിങ്ങളെ ശരിയാക്കി എടുക്കണം. പിന്നെ രാഹുൽ ഗാന്ധി പബ്ലിക് മീറ്റിംഗിൽ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്ദേഹം അമിതാഭ് ബച്ചനെ കണ്ടിരുന്നു, ഐശ്വര്യ റായുടെ ഡാൻസ് കണ്ടിരുന്നു. പക്ഷേ ഒരു പാവപ്പെട്ടവനെയോ ആരെയും അവിടെ കണ്ടില്ലെന്ന്. ഇദ്ദേഹം ആദ്യം ഇതുപോലത്തെ ഭാഷ ഉപയോഗിക്കാൻ നാണം കെട്ടിയിരിക്കണം. സത്യം പറയണമെങ്കിൽ അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരില്ലെന്ന് പറഞ്ഞത് അത് ആദ്യത്തെ കാര്യത്തിൽ നുണയാണ്. അവിടെ സ്വന്തമായിട്ട് അമ്പലം കെട്ടിയ ഓരോരുത്തരെയും മോദിജി അത്രയ്ക്കധികം അഭിനന്ദിച്ചിട്ടുണ്ട്.
ഭരണത്തിൽ പണിയെടുത്തോണ്ടിരുന്ന മോദിജി ഓരോ ആൾക്കാരെയും വിളിച്ച് ആ പണിയെടുത്തവരെ അഭിനന്ദിച്ചിരുന്നു അന്ന് മൊത്തവും. പ്രയാഗ്രാജില് നാടിനെ ശുദ്ധപ്പെടുത്തുന്ന ഓരോ ആൾക്കാരുടെയും കൈ പിടിച്ച് കഴുകി കൊടുത്തതായിരുന്നു മോദിജി. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞ കോൺഗ്രസില് രാഹുൽ ഗാന്ധിജി അച്ഛൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു. അവരുടെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു. അതുമാത്രമല്ലാണ്ട് 2004 തൊട്ട് 2014 വരെ അദ്ദേഹത്തിന്റെ അമ്മ സൂപ്പർ PM ആയിട്ട് പണിയെടുത്തോണ്ട് തന്നെയാണ് ഇരുന്നത്. ഇതുമൂലം നോക്കുവാണെങ്കിൽ എന്നും ഇവര് ഒരു കഷ്ടപ്പെടുന്നവന്റെ വീട്ടിലും, ആ വീട്ടിലോട്ട് പോകുന്നത് വിടൂ, ആ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു സ്കീമും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. കഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വളർച്ച എത്തുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. രാഹുൽ ആൻഡ് കമ്പനി അവരൊക്കെ എപ്പോഴാണ് അമ്പലത്തിൽ പോയിട്ടുള്ളത്? നിങ്ങൾ കണ്ടു കാണാം, ഗുജറാത്തിന്റെ തെരഞ്ഞെടുപ്പില് അവർക്ക് എങ്ങനെയാണ് അമ്പലത്തിൽ പോയി ശരിക്കും ഇരിക്കണമെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ പോയി അള്ളാഹുവിനെ വിളിക്കുന്ന പോലെയാണ് പോയിരുന്നത്. അതിനുശേഷമാണ് മോനെ ഇത് അമ്പലമാണ് അല്ലാണ്ട് പള്ളിയല്ലെന്ന് പറഞ്ഞു അവിടെയുള്ള പൂജാരി. ഇത്രയും ദൂരം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായത് മുട്ടുകുത്തിയിരിക്കാൻ പാടില്ല, പൂജ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം അന്നാണ് പഠിച്ചെടുത്തത്. അമ്പലത്തിൽ പോയിട്ട് പള്ളിയിൽ പോയിരിക്കുന്ന പോലെ ഇരുന്നാൽ എങ്ങനെ അത് സമ്മതിക്കാൻ പറ്റും? ഇതുപോലെ ഒരു കൾച്ചറും അറിയാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. രാമന്റെ അമ്പലത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ എല്ലാവരും തന്നെ രാമന്റെ അമ്പലത്തിനെ എതിർക്കാനായിട്ടിരുന്നവരാ. ഇന്ത്യയിലുള്ള കൾച്ചറും വിശ്വാസം അവർക്ക് എന്തറിയാനാണ് സാറേ സത്യം പറയണമെങ്കിൽ? ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ടാണ് അവരെ പ്രതിഷ്ഠയ്ക്ക് താങ്കൾ വിളിച്ചില്ലെന്നാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ആദിവാസി പെണ്ണ് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതിന് കാരണം വെറും മോദിജി മാത്രം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. ഈ സൊസൈറ്റിയിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും തന്നെ അവരെയൊക്കെ വളർത്തി വലുതാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഒരു വിലയില്ലാത്ത എല്ലാ മനുഷ്യരും നല്ല രീതിയിൽ രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ബലം ഉണ്ടാവണമെന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിയോട്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാ. ഞാൻ എപ്പോഴും ഒരു മുഖ്യമന്ത്രി ആവണമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും എന്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ ഇന്നൊരു മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾക്ക് എല്ലാ സേവയും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാവർക്കും ഞങ്ങൾ ഇൻവിറ്റേഷൻ ഉറപ്പായിട്ടും തന്നതായിരുന്നു. റെസ്പെക്റ്റഡ് പ്രസിഡന്റിനും റെസ്പെക്റ്റഡ് വൈസ് പ്രസിഡന്റിനും ഫോർമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്ജിക്കും കൊടുത്തതാണ് ഞങ്ങൾ. ആ സ്ഥലത്ത് എല്ലാ കമ്മ്യൂണിറ്റി ആൾക്കാരും ഉണ്ടാവും. അന്ന് ആ സ്ഥലത്ത് അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞതുവരെ അമിതാഭ് ബച്ചനുള്ള റെസ്പെക്ട് നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അവിടെ ഐശ്വര്യ റായ് വന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ മാത്രം എങ്ങനെയാണ്? അതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാഴ്ച അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ച ശരിയല്ല. അല്ല, തെറ്റായ വഴി എന്ന് പറയുമ്പോൾ അല്ല, ഐശ്വര്യ റായ് ഉണ്ടെങ്കിൽ അത് ശരി തന്നെയല്ലേ ശരിക്കും പറയണമെങ്കിൽ? അവരൊരു ഇന്ത്യൻ തന്നെയല്ലേ ശരിക്കും. അവിടെ വരാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അവർക്ക്. അത് മാത്രമല്ല, അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ. കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരുപക്ഷെ അങ്ങനെ പറയാൻ കഴിയുമോ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അദ്ദേഹത്തിന് നിർത്തി നോക്കിയതല്ലേ? യോഗി സാർ, പലരും രാമക്ഷേത്രത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഖഡ്കെ സാർ ഒരിക്കൽ അവരുടെ സ്ഥാനാർത്ഥിയോട് പറഞ്ഞിരുന്നു, നീയാണ് ശിവൻ, അതുകൊണ്ട് നീ രാമനെ തീർച്ചയായിട്ടും തോൽപ്പിക്കണമെന്ന്. അതായത് ഇന്ത്യയുടെ ഹിസ്റ്ററിയില് സനാതനധർമ്മത്തിന്റെ പാരമ്പര്യത്തില് രാമനോ ശിവനോ ഒരാളെ ഒരാൾ അഭിനന്ദിക്കുന്നതാണ്. ശ്രീരാമൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിവന്റെ ദ്രോഹികളെ ഒരു പക്ഷേ എന്റെ അടുത്ത് വരണമെന്ന് വിചാരിച്ചാൽ പോലും, ശ്രമം നടത്തിയാൽ അവന് സ്വപ്നത്തിൽ പോലും എന്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കയിൽ പാലം കെട്ടുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമൻ ശ്രീലങ്കയിൽ ശിവനെയായിരുന്നു ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതൊക്കെ. നാമക്കരൻ എന്ന് പറയുന്ന കാര്യത്തിൽ വരുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ ജ്യോതിർലിംഗത്തിന്റെ പേരാണ് രാമേശ്വരം എന്ന് വെച്ചത്, കാരണം രാമന്റെ ഈശ്വരൻ. പക്ഷേ ശിവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഭഗവാൻ ശിവൻ അല്ലല്ല, ഈ സ്ഥലത്തിന്റെ ദൈവം രാമനാണ്, അതുകൊണ്ടാണ് ഇത് രാമേശ്വരം എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഒരാൾക്കൊരാൾ നല്ല അഭിനന്ദനവും മര്യാദയും ഉണ്ടെന്നറിയാം. ഇതാണ് ഇന്ത്യയുടെ കൾച്ചർ. കോൺഗ്രസ് പിരിക്കുന്ന സമയത്ത് ആദ്യം ഈ നാടിനെയാണ് പിരിച്ചതൊക്കെ. അതിനുശേഷം സ്ഥലവും ഭാഷയും വെച്ച് നാടിനെയും നാട്ടിലെ ജനങ്ങളെയും പിരിക്കാൻ ശ്രമിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, 1947 ഇവരൊക്കെ ആയിരുന്നു നാടിനെ പിരിച്ചെടുത്തത്.
ആ സമയത്ത് ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് പേര് നാടിനെ ഒരിക്കലും പിരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന സമയമായിരുന്നു അത്. അത് മാത്രമല്ല അതിനൊക്കെ എതിർത്ത് നിന്നെന്നും പറയാം ഒരുപാട് പേര്. ഇന്ത്യയുടെ മേത്ത് വിശ്വാസമില്ലാത്തവർ എന്തിനാ ഇന്ത്യയിൽ ഇരിക്കേണ്ടത്? അതുകൊണ്ട് അവർക്കൊക്കെ ഒരു വഴിയെടുത്ത് അവരങ്ങോട്ട് പോയി. നാടിന് ആവശ്യമില്ലാത്തവരൊക്കെ പോയില്ലേ അവിടുന്ന്. അവർക്ക് സ്ഥലം അധികവും കിട്ടി, പക്ഷെ ജനങ്ങൾ വളരെ കുറവായിരുന്നു. ഒരുപാട് സ്ഥലവും കിട്ടി, ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയതിനു ശേഷവും ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് പാകിസ്ഥാനിൽ എന്താ അവസ്ഥ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാ പറയുന്നത് ഇത്. നിങ്ങളും അവരുടെ ഒപ്പം പോകാൻ മേലായിരുന്നു അങ്ങോട്ട്. പോയി അവിടെ പിച്ചെടുക്കുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് നിങ്ങളും പിച്ചെടുക്കുക. അതായത് ഒരു ഭാഗത്ത് ഇന്ത്യ ഉണ്ട്. 80 കോടി ജനങ്ങളെ പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിന്റെ തലമയില് ഫ്രീ ആയിട്ടാണ് റേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെറും 23-24 കോടിയുള്ള പാകിസ്ഥാൻ ജനങ്ങള് പിച്ചക്കാരെ പോലെ ഓരോ പാത്രം എടുത്ത് ജനങ്ങൾ അവിടെ അലഞ്ഞോണ്ടിരിക്കുകയാണ്. പാവം, പിന്നെ അവർക്കാരും പിച്ചയിടുന്നില്ലല്ലോ. ഒരു കിലോ മാവിന് വേണ്ടി നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ മാവിങ്ങനെ പിരിച്ചെടുത്ത്, അതായത് ഓരോ തെരുവിലും സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ എറിയുന്നത്. അപ്പൊ അവിടെ ഉള്ള ഓരോ ആൾക്കാരും അത് പിച്ചി എടുത്ത് ഇങ്ങനെ തിന്നുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതുപോലത്തെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും പാകിസ്ഥാനിലൊക്കെ. ഈ ഒരു അവസ്ഥയിലാക്കി ഇവർ പാകിസ്ഥാനെ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇവരൊരു ഭാഗമായിരുന്നെങ്കിലോ, ഇന്ത്യ എത്ര സന്തോഷപ്പെട്ടിരിക്കുന്നു അതേപോലെ അവിടെയും പാകിസ്ഥാനും ഇരുന്നേനെ. ഇന്ന് പാകിസ്ഥാനിലുള്ള ജനങ്ങളുടെ പോപ്പുലേഷനേക്കാൾ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ടിട്ടിരുന്ന ജനങ്ങളെയൊക്കെ മോദിജി മുകളിലോട്ടാണ് പൊക്കിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാനുള്ള ജീവിതം കൊടുത്തിട്ടുണ്ട്. സന്തോഷപരമായിട്ടുള്ള ജീവിതം ജീവിക്കാനും അദ്ദേഹം വഴിയുണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നാണം കെടണം. പാകിസ്ഥാന്റെ പഴയ മന്ത്രിയായ ഫവാദ് ചൗധരി പറഞ്ഞത് രാഹുൽ ഒരു ഫയർ ആണെന്ന്, അതുകൊണ്ട് രാഹുലിന് വോട്ട് ചെയ്യണമെന്ന്. രാഹുൽ ഗാന്ധിനെ അവിടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇന്ത്യയിൽ ആരാ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി ആരാണ് വിശ്വസിക്കുന്നത്? ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും രാമന്റെ അമ്പലത്തിനെ ഇവർ എതിർക്കുന്നുണ്ട്. ഇന്ത്യയുടെ റിസോഴ്സിനെ, കഷ്ടപ്പെടുന്നവരെ എല്ലാരെയും തന്നെ, കർഷകരെ, സ്റ്റുഡൻസിനെ, പെണ്ണുങ്ങളെ, ദളിതന്മാരെ, അതായത് കീഴ്ജാതിയിലുള്ള എല്ലാ ജനങ്ങളെയും, ഇവരുടെ എല്ലാവരുടെ അടുത്തൊന്നും റൈറ്റ്സ് പറിച്ചെടുത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം പറിച്ചാണ് അവർ അങ്ങോട്ട് കൊടുത്തത്. ഇത്രയും ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും കിട്ടത്തില്ല. ചില ചൗധരി പോലത്തെ ആൾക്കാർ മാത്രമേ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മറ്റുള്ള സൊസൈറ്റി, ഇന്ത്യയിലുള്ള ആൾക്കാർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവർക്കൊക്കെ ശരിക്കും പറയണം. റീസെന്റ് ആയിട്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്, മണിശങ്കർ അയ്യർ. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ പാകിസ്ഥാനെ ബഹുമാനിക്കണം, കാരണം അവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന്. ഇന്ത്യ അത് കണ്ട് പേടിക്കണമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആറ്റം ബോംബ് എന്ത്? ഞങ്ങളെന്താ ഫ്രിഡ്ജിൽ വെച്ചോണ്ടിരിക്കാനാണോ അത് റെഡിയാക്കി? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇതൊരു പുതിയ ഇന്ത്യയാണ്. കോൺഗ്രസ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാലോ. ഇന്ത്യ ഒരിക്കലും ഇതൊന്നും കണ്ട് പേടിക്കത്തില്ല. ഇത് പുതിയ ഇന്ത്യയാണ്. ഈ പുതിയ ഇന്ത്യ ഒരു പ്രശ്നത്തിന് പോകത്തുമില്ല, പ്രശ്നത്തിന് വരുന്നവരെ വെറുതെ വിടത്തുമില്ല. വീട്ടിനകത്ത് കയറി അതിനുള്ള ഉത്തരം പറയും. ഇത് നമ്മുടെ ഇന്ത്യ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഇതാണ് ഇന്ത്യ, ഇതാണ് ഇതിന്റെ ഉദാഹരണം. ആദ്യമൊക്കെ ടെററിസ്റ്റൊക്കെ ഒരുപാട് സ്ഥലത്ത് ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിരുന്നു. ഡൽഹിയില്, അയോധ്യയില്, കാശിയില്, ലക്നൌവില് സംഭവിച്ചു, വാരണാസിയിൽ സംഭവിച്ചു. ലക്നൌവില് കോർട്ടിനകത്ത് വരെ ബോംബ് ഇട്ടിട്ടുണ്ട് അവര്. ഗോരഖ്പൂരിൽ സംഭവിച്ചു. മുംബൈയിൽ പോലും ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഇന്ത്യ പാർലമെന്റിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഓരോ സമയത്തിലായിരുന്നു ഇതൊക്കെ സംഭവിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ ജനങ്ങളൊക്കെ സേഫായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും സേഫായിട്ടിരിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യും. നക്സലൈറ്റ്സിന്റെ വാദമൊക്കെ തീർന്നു. ഇപ്പൊ ശരിക്കും ഇവിടെ ഒരു പടക്കം പോലും ഒച്ചയ്ക്ക് പൊട്ടിയാൽ പാകിസ്ഥാനിലെ ആളുകൾ ഞങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞ് കൈയെടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഞങ്ങൾക്കും ഇതിന് ഒരു സംബന്ധവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് ഈ നാടിന്റെ ബലം. ഇത് വിചാരിച്ച് ഓരോ ഇന്ത്യയിലെ പൗരനും ഇവിടെ സന്തോഷപ്പെടുവാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസ് ഉള്ള സമയത്ത് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്താലുള്ള പോലെയല്ല. ഞാൻ പാർലമെന്റിലുണ്ടായിരുന്നു 2004 മുതൽ 2014 വരെ. എല്ലാം ഞാൻ അടുത്തിരുന്ന് തന്നെ കണ്ടിട്ടുണ്ട്. കാശ്മീരിൽ പല അന്യായങ്ങളും നടക്കും. അയോധ്യയില്, കാശിയില്, പല സ്ഥലത്തായിരുന്നു ബോംബ് പൊട്ടിയിരുന്നതൊക്കെ. ട്രെയിനിലാണെങ്കിൽ ബോംബ് പൊട്ടിയിരുന്നു. പാർലമെന്റിൽ ഈ പ്രശ്നങ്ങൾ പറയുന്ന സമയത്തൊക്കെ അവരൊരു കാര്യം മാത്രമേ പറയത്തുള്ളൂ, ബോർഡറിന്റെ അടുത്തിരുന്നാണ് ഇവർ ഈ ആക്രമണമൊക്കെ നടത്തുന്നതെന്ന്. ബോർഡറിന്റെ ആ സൈഡിൽ നിന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ധൈര്യമില്ല. പക്ഷെ ഇന്നെല്ലാം നശിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇന്ത്യ തന്നെയാണ് ഇന്നെല്ലാം നോക്കുന്നത് ഒറ്റയ്ക്ക്. ഈ ബലം എന്താ നിന്നാണ് പ്രൂവ് ചെയ്തതൊക്കെ.
ഈ ബലത്തിനെ മോദിജിയെ വെച്ച് ഇന്ത്യ പുതിയതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്കറിഞ്ഞ് ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഇത് വിചാരിച്ച് അഭിനന്ദിക്കണം, ഗൗരവപ്പെടണം. പുതിയ ഇന്ത്യ നല്ലൊരു ഇന്ത്യ ആയിട്ടും ഉണ്ട്. ഇത് ഇന്ത്യയിലെ ഒരു മര്യാദ മാത്രം നേടിത്തന്നതല്ല, ഇന്ത്യയിലെ ഓരോ ബോർഡർ സൂക്ഷിക്കാൻ അറിഞ്ഞിരുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സേഫായിട്ട് വെക്കാനും അറിയാം. ഇന്ത്യ വളരാനായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, IIT, IIM, എയിംസിന്റെ കണക്കെടുത്താൽ 2014 വരെ വെറും 7 ഉണ്ടായിരുന്നത്. അതിൽ 6 വാജ്പേയി ആണ് ഉണ്ടാക്കിയിരുന്നത്. 7 6 വാജ്പേയി ആണ് ഉണ്ടാക്കിയത്. ഇന്ന് അതിന്റെ എണ്ണം കൂടി 60 ആയിട്ടുണ്ട്. ഇതെല്ലാം മോദിജിയുടെ ഭരണത്തിലാണ്. മെട്രോ വെറും 5 സിറ്റിയിലായിരുന്നു, ഇന്ന് 20ഓളം സിറ്റീസിൽ അതുണ്ട്. ഈസ് ഓഫ് ലിവിംഗ് ഇത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? ഈ കാര്യങ്ങൾ, ഈ എയർപോർട്ട് കോൺഗ്രസിന്റെ സമയത്ത്, അതായത് സ്വാതന്ത്ര്യം തൊട്ട് 2014 വരെ വെറും 24 ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അത് 152 മാറി. അതുപോലെ IIT, IIM, IIIT, 1 ഡിസ്ട്രിക്ട് 1 കോളേജ്, ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. കഷ്ടപ്പെട്ടവർക്ക് ചെയ്തതിനുള്ള ഒരു വലിയ ആധാരവും ഇരിപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷത്തിന്റെ സമയത്ത് മോദിജിയാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ സേഫ്റ്റിയും ഉണ്ട്, റെസ്പെക്റ്റും ഉണ്ട്, കഷ്ടപ്പെടുന്നവർ നല്ലപോലെ വളരുന്നുമുണ്ട്. അതിൻ്റെ ഒപ്പം വളർച്ച മാത്രമല്ല, വളർച്ചയിൽ പാരമ്പര്യത്തിന്റെ സംബന്ധമുണ്ട്. ഇത് നമ്മുടെ പാരമ്പര്യമാ. അതുകൊണ്ട് ഇപ്പൊ വെറും അക്ബർപൂർ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇത് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അക്ബർപൂറിന് പകരം ഇതിന്റെ പേര് മഹാറാണ പ്രതാപ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കാം. ഞങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഔറംഗാബാദ് എന്ന് പറയുന്ന നഗരത്തിന് സംഭാജിബാദ് എന്ന് പറഞ്ഞ പേര് വെക്കാമായിരുന്നല്ലോ. കാരണം നമ്മുടെ പാരമ്പര്യം സംഭാജി പാരമ്പര്യത്തിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. ഛത്രപതി ശിവാജിയുടെ അടുത്തുനിന്ന്, റാണാ പ്രതാപിന്റെ അടുത്തുനിന്ന്, ഗുരു ഗോവിന്ദ് സിംഗിന്റെ അടുത്തുനിന്നും. ഞങ്ങൾക്കും അക്ബറിനും ഔറംഗസീബിനും എന്താണ് സംബന്ധമുള്ളത്? നമ്മുടെ പാരമ്പര്യം പേര് പോയെന്ന് പറഞ്ഞ് ആരെങ്കിലും വിഷമിക്കും, അവരൊക്കെ വിഷമിച്ചോട്ടെ. ഞങ്ങൾക്കും അവർക്കും ഒരു സംബന്ധവുമില്ല. പക്ഷേ യോഗി സാർ, ഈ മൊത്തം ക്യാമ്പയിനും നമ്മൾ ഒരു പ്രാവശ്യം നോക്കുകയാണെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ആണെങ്കിലും, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്പീച്ച് ആണെങ്കിലും ശരി, അഖിലേഷ് ആണെങ്കിലും ശരി, ശരത് പവാർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആണെങ്കിലും ശരി, എല്ലാവരും ഒരേപോലെയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദി 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയായാൽ ഭരണഘടന ഇല്ലാതെയാകും, റിസർവേഷൻ തന്നെ ക്ലോസ് ചെയ്യും, അതിനുശേഷം ഈ രാജ്യത്തെ ഇലക്ഷൻ തന്നെ നടക്കില്ലെന്ന്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു വട്ടം മാത്രമല്ല, ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് മോദിജി മാത്രമാണ് പ്രധാനമന്ത്രി എന്ന് ഉറപ്പാണ്. അതൊരു കാര്യം. അതിൻ്റെ ഒപ്പം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്ഥലത്താണ് ഞാൻ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പയിനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ ഒപ്പം ഞാൻ സത്യം പറയാം, ഇന്ത്യയിലുള്ള ജനങ്ങൾ നന്ദിയുള്ള മനുഷ്യരാണ് ശരിക്കും. നമ്മുടെ സനാതനധർമ്മത്തിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സനാതനകളായ ഞങ്ങള് എല്ലാ കാലത്തും ജീവിക്കും, എല്ലാ കാലത്തിനും ജീവിക്കാൻ അറിഞ്ഞവരായിരുന്നു ഞങ്ങൾ. പക്ഷെ അതിൻ്റെ ഒപ്പം ആരെങ്കിലും ഞങ്ങളെ ഒന്ന് ഞോണ്ടിയാൽ, സമയം വരുന്നവരെ കാത്തിരുന്ന് ഞങ്ങൾ അവരെ അതുപോലെ തന്നെ കറക്റ്റായ വഴിയിൽ ഞങ്ങൾ അവർക്ക് ഉത്തരം പറഞ്ഞിരിക്കും. മോദിജി ചെയ്ത കാര്യത്തിന് ജനങ്ങൾ അതുപോലെ തന്നെ സമാധാനത്തോടെ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. ജനങ്ങൾ ചതിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, എവിടെ പോയാലും ഒറ്റ കാര്യം തന്നെയാ. ഏതൊരു യുവായാലും ആ വായിന്ന് വരുന്നത് ഒറ്റ കാര്യമാണ്. എല്ലാവരുടെ സംസാരത്തിൽ നിന്നും ഇത് തന്നെയാ വരുന്നത്. ഇതുമൂലം ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല. ഇത് അവരുടെ വാ കൊണ്ട് ദൈവം തന്നെ പറയിപ്പിക്കുന്ന കാര്യമാണ്. മോദിജി വരുവാണ്, മോദിജി പിന്നെയും വരുവാണ്, 3ാമത്തെ വട്ടം അദ്ദേഹം തന്നെ ഭരണത്തിൽ വരുവാണ്. അതിൻ്റെ ഒപ്പം ഇതിലൊരു സംശയവും വേണ്ട, 400 സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്ക്, ഇതും ക്രോസ് ചെയ്ത് ഞങ്ങൾ തീർച്ചയായിട്ടും പോകും. പക്ഷെ ഒരു കാര്യം അത് തന്നെയാണ്, നിങ്ങൾ 400 സീറ്റ് വരുമെന്ന് പറയുന്നതുകൊണ്ടാണ് അവര് ഭരണഘടന, അതായത് മോദിജി ഫുൾ മെജോറിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഫുൾ മെജോറിറ്റിയോടൊപ്പമാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ മുഴുവൻ രാഷ്ട്രീയം നടത്താനുള്ള ബലം ഉണ്ടാവും. NDAയുടെ ഒപ്പം മോദിജി ശരിക്കും 10 വർഷം ഭരണത്തിലുണ്ടായിരുന്നു. ഈ 10 വർഷത്തിലെ ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ടോ പറയൂ? മോദിജി പുതിയ പാർലമെന്റ് കെട്ടിയ സമയത്ത്
ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ പുസ്തകം തലയിലെടുത്ത് വെച്ചോണ്ട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതത്രയ്ക്കും വലിയൊരു പുസ്തകമായി കരുതി ദൈവത്തിനോടൊപ്പം വെച്ചാണ് അതിന് റെസ്പെക്ട് നൽകിയത് അദ്ദേഹം. നിങ്ങളത് കണ്ടിരിക്കും. ഏറ്റവും ഒരു പുണ്യസ്ഥലത്തായിരുന്നു അതിനെ കൊണ്ടുവന്ന് അദ്ദേഹം വെച്ചിരുന്നത്. ആദ്യമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺസ്റ്റിറ്റ്യൂഷന്റെ മേത്ത് എന്തോരും റെസ്പെക്ട് നൽകുമെന്നാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ബാബാ സാഹേബ് അംബേദ്കറിന്റെ പഞ്ചതീതം മോദിജിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ കോൺഗ്രസ് ഭീമാറാവ് അംബേദ്കറെ തോൽപ്പിച്ച് അന്ന് നാണം കെടുത്തിരുന്നു സത്യം പറയണമെങ്കിൽ. ആരംഭകാലം തൊട്ട് അതായിരുന്നു ചെയ്തത്. അത് മാത്രമല്ലാണ്ട് ഭീംറാവ് അംബേദ്കർ ഉണ്ടാക്കിയ ഈ കോൺസ്റ്റിറ്റ്യൂഷനില് അംബേദ്കറിന് ഇഷ്ടമല്ലാത്ത രീതിക്ക് ആർട്ടിക്കൽ 370 ഇവരാണ് കൊണ്ടുവന്നത്. ഫ്രീഡം ടു സ്പീച്ച്, അതിന്റെ ആദ്യത്തെ അമെൻമെന്റ് കോൺഗ്രസ് ആയിരുന്നു കൊണ്ടുവന്നത്. 27ാമത്തെ അമെൻമെന്റ് മൂലം കോൺഗ്രസ് ഇന്ദിരാഗാന്ധി അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത് അവര് പല മാറ്റമാണ് എടുത്തുകൊണ്ട് വന്നത്. 27ാമത്തെ അമെൻമെന്റ് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം ഇവരെല്ലാവരും, പിന്നെ ജസ്റ്റിസ് രംഗനാഥ് ലീഡർഷിപ്പിൽ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. അതിലവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് OBCക്ക് കിട്ടേണ്ട 27% റിസർവേഷനിൽ 6% മുസ്ലിംസിന് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി NDA എതിർത്ത് നിൽക്കുമായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് സച്ചർ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രസന്റ് ചെയ്തിരുന്നത്. സച്ചർ കമ്മിറ്റിയുടെ തലവൻ രാജേന്ദ്ര സച്ചറിന്റെ വഴിയായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിരുന്നത്. അതെന്താന്ന് വെച്ചാൽ, ആ കമ്മീഷൻ അന്ന് ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. BJPയും NDAയും ഇത് എതിർക്കുക എന്നുള്ള കാര്യം അവർ അറിഞ്ഞതിന് ശേഷം, അതായത് ബാബാ സാഹേബ് ഭീമാറാവ് അംബേദ്കർ മതത്തിന്റെ പേരിൽ റിസർവേഷൻസ് ഉണ്ടാവാൻ പാടില്ലെന്ന് തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവർ മറ്റൊരു വഴി ക്രിയേറ്റ് ചെയ്തെടുത്തത്. ജസ്റ്റിസ് സച്ചർ കമ്മിറ്റീനെ ബേസ് ആയിട്ട് വെച്ച്, അതായത് മുസ്ലിം കമ്മിറ്റീനെ ചുറ്റിയുള്ള എല്ലാ കമ്മിറ്റിയും ഇതിന്റെ ഒപ്പം ചേർക്കണമെന്നും പറഞ്ഞ്, ഇതുമൂലം സ്കെഡ്യൂൾഡ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തട ഏർപ്പെടുത്തി വെച്ചതായിരുന്നു അവര്. അന്നും ഭാരതീയ ജനതാ പാർട്ടി എതിർത്ത് നിന്നതാണ്. ഇന്ന് കോൺഗ്രസ് ആ കാര്യം തന്നെ തിരിച്ചു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ജാതി വെച്ച് പിരിക്കുന്നത്, ആദ്യം ഈ മതമൊക്കെ വെച്ച് പിരിക്കുന്നത്, പിന്നെ അതൊക്കെ വെച്ച് വഴക്കുണ്ടാക്കിപ്പിക്കുന്നത്. ഒരാൾക്കൊരാൾ വഴക്കിട്ടതിന് ശേഷം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മതഭേദങ്ങളുണ്ട്. അതുവരെ മുസ്ലിം റിസർവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് റിസർവേഷൻസ് തരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെ ജനങ്ങളെ പിരിക്കാനായിട്ട് കോൺഗ്രസ് NDA അലയൻസ് ഒക്കെ ഒരിക്കലും വിടത്തില്ല. ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണിത്. ഇതിലൊരിക്കലും ചതിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റുന്നതും കക്കുന്നതും ഇതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓഡിയൻസിന് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. താങ്കൾ നാട് മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ആര് ജയിക്കുമെന്ന് വിചാരിക്കുന്നു? ഞാൻ ഓൾറെഡി അത് പറഞ്ഞതല്ലേ, നാട് നീളം ഒറ്റ ശബ്ദമാണ്. അടുത്ത ഈ സൗണ്ട് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെയും മോദിജി ഭരണത്തിലോട്ട് വരും, 400 സീറ്റിന് മേലെ എടുത്തിരിക്കും. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതിക്കോളൂ, UPയിലാണ് തീർച്ചയായിട്ടും BJPക്ക് വലിയ തോൽവി സംഭവിക്കുന്നതെന്ന്. നോക്കൂ, നമ്മുടെ ഉത്തർപ്രദേശില് കോൺഗ്രസിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെ ചിരി വരുന്നുണ്ട് അധികവും. 403 അസംബ്ലി സീറ്റ്സിലും മുഴുവനും ഞങ്ങളുടെ ആൾക്കാരാണുള്ളത്. കോൺഗ്രസിനാകെ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. UPയിൽ കോൺഗ്രസ് ചത്തുപോയാൽ കൊണ്ടുപോകാനായിട്ട് ഒരു 4 പേര് പോലും ഇല്ല. 2 പേര് മാത്രമേ ഉള്ളൂ. അടുത്ത വട്ടം അവരും കാണാതായേക്കും അങ്ങോട്ട്. രാഹുൽജി, എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ വന്നില്ല UPയിലോട്ട്? അതിൻ്റെ ഒപ്പം മറ്റൊരു കാര്യം, അമിറ്റി ഇട്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വയനാട്ടിലോട്ട് പോയേ? പിന്നെ ഇങ്ങോട്ട് വരാൻ പോവാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അമിറ്റിയോടൊപ്പം വഴക്കുണ്ടാക്കാത്തെ? അതുകൊണ്ട് നല്ല കാര്യമാണ്. ഇതുപോലെ സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സ്വപ്നം കാണണ്ടേ? അവർ വിചാരിക്കുന്ന പോലെ സ്വപ്നലോകത്ത് തന്നെ ജീവിച്ചോട്ടെ. കാരണം ഇവരുടെ നാട്ടിൽ വെറും സ്വപ്നലോകം മാത്രം കാണിച്ചേ. ഇന്നും അവർ ആ സ്വപ്നത്തിൽ തന്നെ ജീവിച്ചോട്ടെ, സന്തോഷപരമായിട്ടിരിക്കട്ടെ. നാടിന് എന്തെങ്കിലും കഷ്ടം വരുന്ന പോലെയാണെങ്കിൽ അവരൊക്കെ ഇവിടുന്ന് വേണമെങ്കിൽ ഇറങ്ങി പൊക്കോട്ടെ അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ. അവരുടെ നാട്ടിലോട്ട് തന്നെ വേണമെങ്കിൽ അവർ പോവും. അതുകൊണ്ടല്ലേ അവരിങ്ങനെ പറയുന്നത്, പറന്നു പൊക്കോ പറവകളെ, ഇനി നിന്റെ നാടല്ലേ ഇതൊന്നും. ഇദ്ദേഹവും ഇങ്ങനെ തന്നെയാണ്. ജൂൺ 4-ാം തീയതിക്ക് ശേഷം
ഇയാളെ ഒന്നും ആരും നോക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിളിൽ ചുറ്റിക്കറങ്ങുന്ന രണ്ട് പിള്ളേർക്കും ഒന്നും കിട്ടില്ലെന്നാണോ പറയുന്നത്? അതായത് ഇവരുടെ സ്നേഹം ജയിച്ചാൽ ഒരുമിച്ച് കക്കും, തോറ്റാലാണെങ്കിൽ കൊച്ചുങ്ങളെ പോലെ കരയും. ഇതിനെക്കുറിച്ച് യു പിയിലെ ജനങ്ങൾക്കറിയാം. യു പി അതായത് ഉത്തർപ്രദേശിലെ എല്ലാവർക്കും അറിയാം ഇത്. കക്കാനായിട്ട് ആർക്കും തന്നെ ഒരു ചാൻസും കൊടുക്കാൻ പാടില്ല. ഇവരുടെ ഈ വൃത്തികെട്ട പോളിറ്റിക്സ് ഒന്നും ഒരിക്കലും യു പിയിൽ പ്രയോജനപ്പെടുത്തില്ല. അതുകൊണ്ട് യു പിയിൽ 2014 തന്നെ ഈ 2 ജോഡിയും മൊത്തത്തിൽ അങ്ങോട്ട് തോൽപ്പിച്ചു. പിന്നെ അതിനുശേഷം ഉത്തർപ്രദേശിൽ മോദിജി വഴികാട്ടിയതുകൊണ്ട് ഗവൺമെന്റ് ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യുവാന്ന് ഇവർക്ക് അറിയത്തുമില്ല. ആക്ച്വലി എന്താ കാര്യമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. അതുകൊണ്ട് അവരാലോചിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്പീഡ് കൂടിയെന്നേ ഞാൻ പറയത്തുള്ളൂ, ശരിക്കും പറയണേ. സോ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം യോഗി ആദിത്യനാഥിനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ഇവരെന്തേലും ഒരു തെറ്റ് ചെയ്താൽ 7 തലമുറയ്ക്കായിരിക്കും ഒരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നത്. 7 വർഷത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും കർഫ്യൂ ഉണ്ടായിരുന്നോ? ഇത് ഞങ്ങൾ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ സർ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം മുസ്ലിംസിനെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. യോഗി സാർ, താങ്കളുടെ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ താങ്കളുടെ ഇൻഫ്ലുവൻസ് കാരണം നവദീപ് റാണ ഹൈദരാബാദിൽ പോയി OIC ബ്രദേഴ്സിനോട് എനിക്കൊരു 15 മിനിറ്റ് തരൂ എന്ന് പറയുന്നു. അദ്ദേഹം 15 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളാ പറഞ്ഞ 15 മിനിറ്റ് എന്തിനാ? 15 സെക്കൻഡ് മതി. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ഈ മുള്ളിനെ മുള്ളും കൊണ്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നോക്കുവാണെങ്കിൽ ഏത് മൊഴിയിലാണോ അവർ മനസ്സിലാക്കുന്നത് ആ മൊഴിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അർത്ഥമുള്ളത് അങ്ങോട്ട്. എനിക്കറിഞ്ഞതുവരെ അവർ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോ OIC സാർ എന്താ പറയുന്നത് വെച്ചാൽ, അനിയനെ ഉപദ്രവിക്കരുത്, കാരണം അവൻ വളരെ മോശമായ ഒരു വ്യക്തിയാണ്, അവനെ ഞാൻ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ 2020 കളിക്കുമെന്ന്. അവരുടെ പണിയൊക്കെ എപ്പോഴേ തീർന്നു. ഇവരുടെ ഫ്യൂസും പോയി. ഇവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യോഗി സാർ, ഇത് സത്യമാണോ? ദേശത്തുള്ള എല്ലാ മുസ്ലിംസിനും ഒരു ക്ലിയർ കട്ട് മെസ്സേജാണ് നൽകുന്നത്. മൗലാന സജാദ് നൊമാനി, അദ്ദേഹം ഒരു സ്കോളറാണ്, അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു. അദ്ദേഹം ഒരു മീറ്റിംഗ് വെച്ചിട്ട് ക്ഷമയോടെ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പറയുന്നു. ഈ മെസ്സേജ് വളരെ മോശമായ ഒരു കാര്യമാണ്. മോദിജി 10 വർഷത്തിനിടയ്ക്ക് മോഹൻ നോക്കിയോ? ജാതി മതം ഒന്നും നോക്കിയില്ല, ഒരിക്കലും നോക്കിയില്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് ഈ കാര്യം ബേസ് ചെയ്ത് വളർച്ച കൊണ്ടുവന്നിട്ടുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ ചില ആൾക്കാർ എല്ലാവരുടെയും മനസ്സ് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില മുഗൾവികളും മുല്ലാക്കൾ വഴിയും എനിക്കറിഞ്ഞതുവരെ അവർ ജീവിതകാലം മുഴുവൻ ആ കയ്യിലും കെട്ടിക്കിടന്ന് ഓടേണ്ട അവസ്ഥയായിരിക്കും. അവരെ മാറ്റാൻ പറ്റില്ല. ഒരു APJ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് ആർക്കും തന്നെ ആഗ്രഹമില്ല. ഇന്ത്യക്കുള്ളിലും വേറെ ഒരു തലമയ്ക്കുള്ളിലും ആരും വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ഫറൂഖാബാദിൽ ഒരു കാര്യം കേട്ടു. സൽമാൻ ഖുർഷിത്തിന്റെ അനിയത്തിയുടെ മോൾ മറിയാലം അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ആർക്കും അറിയാതെ വളരെ വ്യക്തമായി വോട്ട് ജിഹാദ് ചെയ്യണം എന്ന്. ജിഹാദ് എന്നും പറഞ്ഞ് ഒരുപക്ഷെ വോട്ടും ജിഹാദിന്റെ അടുത്ത് കൂട്ടണമെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? അപ്പം ആ വോട്ട് മൂലം നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, നരകം മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി വളരെ തെളിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെറിയ താളയില്ല, തനിച്ചുള്ള ഒരു ലോയും ഇല്ല. ബാബാ സാഹിബ് ഭീമാറാവ് നടത്തിയ കോൺസ്റ്റിറ്റ്യൂഷൻ മൂലമായിരിക്കും ഞങ്ങൾ നടത്തുന്നത്. താങ്കൾ ഇത് പേടിപ്പിക്കുന്നത് പോലെ ഒന്നും ചെയ്തില്ലേ? അതായത് PM ഓഫീസിൽ നിന്നൊരു റിപ്പോർട്ട് വരുന്നു. കഴിഞ്ഞ 65 വർഷങ്ങളായി ഹിന്ദുസ് 7% കുറഞ്ഞിരിക്കുന്നത്, മുസ്ലിംസ് 44% കൂടിയിരിക്കുന്നു. ഇന്ത്യക്കകത്ത് 8% ആൾക്കാരെ കുറഞ്ഞിരിക്കുന്നത്. മുസ്ലിംസിലെ പോപ്പുലേഷൻ ആണെങ്കിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്.
പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇതിൽ റിവേഴ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിംന്റെ പോപ്പുലേഷൻ പെട്ടെന്നാണ് അങ്ങോട്ട് വളർന്നു വന്നത്. അവരുടെ പോപ്പുലേഷൻ 3 to 4 times ആണ് കൂടിയത്. ഹിന്ദുസിന്റെ പോപ്പുലേഷനും കുറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താ? അവിടെ ഹിന്ദുസിന്റെ പോപ്പുലേഷൻ വളരെ പെട്ടെന്നായിരുന്നു കുറഞ്ഞത്. ബംഗ്ലാദേശിൽ 20 to 20% ഹിന്ദുസ് ഉണ്ടായിരുന്നു, ഇപ്പൊ വെറും 7%. പാകിസ്ഥാനില് വളരെയധികം കുറഞ്ഞുപോയി. അതിനൊപ്പം ഇതില് സരിയത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഈ മുല്ലാക്കളുടെയൊക്കെ ഭരണം ഇന്ത്യയിൽ നടക്കുന്നത് വരെ അതുവരെ നമ്മുടെ നാട് വളർച്ച അടയത്തില്ല. നമ്മളത് നിർത്തിയേ പറ്റൂ, ഇതൊക്കെ നിർത്തിയേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്ക്, ഒരുപക്ഷെ ആ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി മോദിജിയുടെ തലമേല് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആണ് കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് ഇന്ത്യയിൽ ഒരു സിറ്റിസനും ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ കഷ്ടപ്പെടുന്ന ഹിന്ദുസ് ഉണ്ട്, ബൗദ്ധர்களுണ്ട്, സിഖുണ്ട്, ജെയിനുണ്ട്, ക്രിസ്ത്യനുണ്ട്, പാർസിയുണ്ട്. ഈ എല്ലാ കഷ്ടപ്പെടുന്ന ജനങ്ങളും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവരെല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്നാണ് ആഗ്രഹവും ഞങ്ങൾക്ക്. അതിവർ ഇവിടെ ഇന്ത്യയെ തന്നെ ഇന്ന് എതിർക്കുക. പല മാസങ്ങളായിട്ട് ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്, പല മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലുമാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, പലയിടത്ത് ധർണാക്കളും ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതുമൂലമാണ് ഇവർക്ക് ഹ്യൂമാനിറ്റിയിലില്ല, ഇവർക്ക് ഈ നാട്ടിന്റെ മേത്തില്ല, അവരുടെ മതത്തിന്റെ മേത്ത് മാത്രം സ്നേഹം. അതിൻ്റെ ഒപ്പം ഈ മതത്തിനെ ഈ നാടിന്റെ ഒപ്പം തന്നെ വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ പുതിയ ഇന്ത്യ ഒരിക്കലും ഇതിനുവേണ്ടി സമ്മതിക്കത്തില്ല. പക്ഷേ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് മോദിയുടെ സർക്കാരാണ്, ഇത് യോഗിയുടെ സർക്കാരാണ്, മുസ്ലിംസിനെ അവർ ക്രൂശിക്കുന്നു. ഇത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് പറയുന്നത്. അവിടെ അമേരിക്കയിലും ലണ്ടനിലും ന്യൂസ് പേപ്പറിൽ വരെ ഇത് പബ്ലിഷായി വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, 2010 രാഹുൽ ഗാന്ധി ഫോറിൻ ട്രാവലിലായിരുന്നു. അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? മറ്റേ ഈ ISISI, എനിക്കതിനൊന്നും പേടിയില്ല. ഇന്ത്യയിൽ സംഭവിക്കുന്ന ടെററിസ്റ്റ് അറ്റാക്ക് കണ്ട് ഞാൻ പേടിക്കത്തില്ല. ഹിന്ദുസിനെ കാണുന്ന സമയത്ത് എനിക്ക് പേടിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹിന്ദുസിനെ കണ്ട പേടിയാണ്, നിങ്ങളുടെ ഭരണകാലത്താണ് ഹിന്ദുസൊക്കെ ടെററിസ്റ്റാന്നും പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വന്ന് ഹിന്ദുസിൻ്റെ അടുത്ത് വോട്ട് ചോദിക്കുന്നേ? അവരുടെ അടുത്തൊന്ന് മാറിയിരുന്നാ പോരെ. സത്യം പറയണമെങ്കിൽ ഇദ്ദേഹം ഒരു ആക്സിഡന്റ് ഹിന്ദു. ഇദ്ദേഹത്തിന് ഒരു ഹിന്ദു എന്ന് പറയാൻ തന്നെ നാണം കെട്ടോണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലാണ്ട് ഹിന്ദുസിനൊക്കെയാണ് ഇവർ ടെററിസ്റ്റ് എന്നും പറയുന്നത്. നാട്ടിലുള്ള ഹിന്ദുസിനെയും ഹിന്ദു എല്ലാരെയും ഇവർ നാണം കെടുത്തുവാണ്. പക്ഷേ ഹിന്ദുസിന്റെ വോട്ട് മാത്രം വേണം ഇവർക്ക്. മതത്തിന്റെ പേര് പറഞ്ഞാണ് ഹിന്ദുസിനെ ഇവർ പിരിച്ചോണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും സംഭവിക്കത്തില്ല. ഇതുപോലത്തെ ആൾക്കാരെ ഒരിക്കലും ഈ നാട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തുള്ള ചിലരൊക്കെ ഗസ്വാ ഹിന്ദിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഗജ്വായ് ഹിന്ദുവിന്റെ സ്വപ്നം. അവരുടെ അവസാന ജീവിതം വരെ ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതിക്കോ. പല തലമുറകൾ പോവും, പക്ഷെ ഒരിക്കലും ഈ സ്വപ്നം സഫലമാവത്തില്ല. അതുപോലെ ഇന്ത്യയുടെ ട്രാവൽ ഇതുപോലെ തന്നെ എടുത്തോണ്ടുപോയി വളർന്നുകൊണ്ടിരിക്കും. മോദിജിയുടെ തലമേല് ഇന്ത്യ ഏറ്റവും വലിയൊരു നാടായി വളർന്നിരിക്കും, ഉറപ്പാണത്. സർ, എന്റെ ചോദ്യം ഇതാണ്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം മോദി സർക്കാർ ഈ നാട്ടിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ഉറപ്പായിട്ടും കൊണ്ടുവന്നേ തീരും. ഇത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലും എഴുതിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും വെറുതെ ഒരു കാര്യം പറയത്തില്ല. മാനിഫെസ്റ്റോ പുറത്തിട്ടേക്കും. മാനിഫെസ്റ്റോ എന്ന് വെച്ചാൽ ചുമ്മാ വർത്തമാനം മാത്രമല്ല, എന്തായാലും അത് സംഭവിച്ചേ തീരും. ഭാരതീയ ജനതാ പാർട്ടി ഭരണം എടുത്തിരിക്കും. ഞങ്ങളെ നാട്ടിലെല്ലാവർക്കും ഒറ്റ റൂൾ എടുത്തോണ്ട് വന്നേ തീരത്തുള്ളൂ. എനിക്കറിഞ്ഞ് നാട് മുഴുവനും എല്ലാവർക്കും സമമായ ലോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് നിന്നേ പറ്റൂ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി. പക്ഷെ അതിന് OVC സാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, BJP ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നു എന്ന്, ഞങ്ങളുടെ കുട്ടികളെ അവർ എണ്ണി നോക്കാൻ ശ്രമിക്കുന്നു എന്ന്. പക്ഷേ പോപ്പുലേഷൻ കുറഞ്ഞല്ലേ പറ്റുള്ളൂ സാർ. ഇതിൽ എന്താണ് തെറ്റുള്ളത്? ഞങ്ങൾ ഇതിലെല്ലാം മാത്രമല്ല, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ UCC വരികയാണെങ്കിൽ
ഞങ്ങൾ എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളതും ഗവൺമെന്റ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഭക്ഷണത്തെക്കുറിച്ചൊന്നും ഉള്ള ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒന്ന് എടുത്തു നോക്കണം. അതിൽ ഹിന്ദുസിനെ എത്രത്തോളം നാണം കെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ മൈനോറിറ്റിയിൽ അവർക്ക് ഏറ്റ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പ്രിയോറിറ്റി ഉണ്ടാവണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ ഏത് ആൾക്കാരാണ് മൈനോറിറ്റിയിലുള്ളത് അധികം കഴിക്കുന്നതും മെജോറിറ്റിയിലുള്ള ആൾക്കാർ അത് മാറ്റി വെക്കുന്നതെന്നൊന്ന് പറയണം. അത് പോത്തിൻ്റെയോ പശുവിൻ്റെയോ മാംസമായിരിക്കും. ഇന്ത്യയിലെ സനാതന ധർമ്മം പ്രകാരം അത് കഴിക്കാൻ പാടില്ല. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലും ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലും പശുവിനെയോ പോത്തിനെയോ കൊല്ലുന്ന എല്ലാം തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനു ശേഷവും കോൺഗ്രസ് എല്ലാം തടയുവാണെങ്കിൽ ശരിക്കും പറയുക ഹിന്ദുസിന്റെ വിശ്വാസത്തിന് മേലാണ് അവർ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിന് ഉത്തരം പറയും. ഇന്ന് കോൺഗ്രസ് അവർ നടക്കുന്ന കാണുമ്പോൾ ഇംഗ്ലീഷുകാരുടെ DNA ഇവർക്കുള്ളിൽ വന്നിട്ടുണ്ട്. അതാണ് ഇവരുടെ മാനിഫെസ്റ്റോയുടെ അകത്ത് ഇന്ത്യയിലോട്ട് വെച്ച് അമക്കാൻ നോക്കുവാണ് അവര്. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ഒരിക്കലും സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ UP യെ താങ്കൾ വളരെയധികം മാറ്റിയിരിക്കുന്നു. കൺവെറിയകളുടെ മുകളിൽ താങ്കൾ പുഷ്പവൃഷ്ടി നടത്തുന്നു, അവരുടെ കാലിൽ താങ്കൾ മസാജ് ചെയ്യുന്നു. പക്ഷെ OVC സാർ പറയുന്നത് അവർക്കാണ് അടിയെല്ലാം വീഴുന്നതെന്ന്. ഒരാൾ തെറ്റ് ചെയ്യുവാണെങ്കിൽ അടി മേടിച്ചല്ലേ പറ്റുള്ളൂ. അതായത് ആ വിശ്വാസത്തിന് റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. കഴിഞ്ഞ 7 വർഷത്തിനിടെ UP ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അതുറപ്പാണ്. ഒരു കർഫ്യൂസും ഇല്ലായിരുന്നു. കർഫ്യൂ ഒന്നുമില്ലെങ്കിൽ കാവടി യാത്രയൊക്കെ സംഭവിക്കല്ലേ ചെയ്യുള്ളൂ സാർ. അതുമാത്രമല്ല, ആ വിശ്വാസത്തിനുള്ള റെസ്പെക്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ. കാവടി യാത്രകളും നടക്കും, പൂക്കളും വിതരും. കാരണം പൂക്കളിട്ട് ഞങ്ങൾ 2 കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, ഹെലികോപ്റ്റർ വെച്ച് ഞങ്ങൾ റൂട്ടിങ്ങും ചെയ്യുന്നുണ്ട്, സൂപ്പർവിഷനും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, മലർകൾ വിതറി ഹിന്ദു രൂപത്തിൽ ആ ശിവൻ നിന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂലം തൂവുന്ന ഓരോ മലറിതഴുകളും അദ്ദേഹത്തിന്റെ കാലടി ചെന്ന് വീണാൽ ഞങ്ങളുടെ ജന്മവും ഞങ്ങളുടെ ജീവിതവും സഫലമാവുന്നു സാർ. ഞാൻ മറ്റൊരു കാര്യവും പറയണം. ഞാൻ ഈ മൊഹറമിൻ്റെ അന്ന് നടക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വാളെടുത്തിട്ട് 10 പേര് ഈ സൈഡിൽ നിൽക്കുമ്പോൾ ഈ സൈഡിലോട്ടും വീശും, അങ്ങോട്ട് പറ്റി ആ സൈഡിലോട്ടും വീശും. അതുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് തടഞ്ഞതാണ് ഞങ്ങൾ. ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് അവരൊക്കെ ഉറപ്പായിട്ട് അഫിഡേറ്റ് തന്നേ പറ്റൂ. അതായത് ആ സഞ്ചാരം സൈലന്റ് രീതിയിൽ നടക്കുമെന്നുള്ളൊരു അഫിഡേറ്റ് തന്നേ പറ്റൂ അവരൊക്കെ. ഒരു പക്ഷെ അങ്ങനെ തന്നില്ലെങ്കിൽ ഇവരെന്തേലും ഒരു തെറ്റ് ചെയ്താൽ 7 തലമുറയ്ക്കായിരിക്കും ഒരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നത്. 7 വർഷത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കർഫ്യൂ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ സാർ. ഇത് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ചെയ്യേണ്ടതാണ്. വളരെ ശാന്തമായിട്ട് നടക്കേണ്ട കാര്യമാണിത്. അവരെ സുരക്ഷിതമായിട്ടും വെക്കണം. പക്ഷെ റോഡിൽ നമാസ് വായിക്കാൻ അനുവദിക്കില്ല. ഇതാ നോക്കൂ, ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ റോഡിൽ നമാസ് ചെയ്താൽ എന്നെ കൊണ്ട് ഹനുമാനെ കുറിച്ച് പറയുന്നത് നിർത്താൻ പറ്റില്ല. അതുമാത്രമല്ല, എന്റെ സ്ഥലത്തിലുള്ള 25 കോടി ജനങ്ങളെ ഞാൻ നോക്കിയേ പറ്റൂ. അവർക്കൊരു വിധത്തിലും പ്രശ്നം വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുവാണ് ഞാൻ. അമ്പലം പൂജിക്കാനായിട്ടുള്ള സ്ഥലവാ, മസൂദി നമാസ് ചെയ്യാനുള്ള സ്ഥലവും. നിങ്ങൾക്ക് നമാസ് പഠിക്കണമെന്ന് വെച്ചാൽ മസൂദിക്കുള്ളിൽ ഈദ്ഗയ്ക്കുള്ളിൽ പോകണം. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ 2ഓ 3ഓ ഷിഫ്റ്റ് ഇട്ട് പഠിച്ചോണം നിങ്ങൾ. പക്ഷെ റോട്ടിലോട്ട് ഇറങ്ങി പഠിക്കാൻ പാടില്ല നിങ്ങൾ. അതിൻ്റെ ഒപ്പം റോട്ടിൽ UP നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റോഡിൽ ഇങ്ങനെ ഇറങ്ങി നമാസ് പഠിക്കത്തില്ല ആരും. ഇപ്പോൾ മസൂദിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ലൗഡ് സ്പീക്കേഴ്സ് ഒക്കെ ഞങ്ങളെടുത്ത് വളരെ സ്വസ്ഥമായിട്ട് ആരോഗ്യബലം ഇല്ലാത്തവരും കുഞ്ഞുങ്ങളും ഗർഭിണി പെങ്ങളും എല്ലാവരും വളരെ പീസ്ഫുള്ളായിട്ടാണ് അവരുടെ എക്സാംസിന് വേണ്ടി തയ്യാറാകുന്നത്. വയസ്സാവുന്നവരെല്ലാവരും വളരെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നത്, വളരെ സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നതും. ഇല്ലെങ്കിൽ അത്രയും വലിയ ശബ്ദം കൊണ്ട് ഉള്ള പേഷ്യൻസും നടുങ്ങുവാണ്, ഉള്ള എല്ലാ പ്രോബ്ലംസും 2 ഇരട്ടി മികച്ചു വരുവാണ്. പിന്നെ പിള്ളേരാണെങ്കിൽ പഠിക്കാനായിട്ട് അപ്പോഴായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും ഒരു സൗണ്ട് ടമോന്ന് അടിക്കുന്ന പാവം കൊച്ച്, അവൻ്റെ ഫോക്കസ് നഷ്ടപ്പെടില്ലേ. പക്ഷെ ഇന്ന് UPയുടെ അകത്ത് നോക്ക്, എത്രയും ശാന്തത, എത്രയും പീസ്ഫുൾ ആണെന്ന് നോക്കണം. എല്ലാം കറക്റ്റായ രീതിയിലാണ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെ ലൈനായിട്ട്. അതിൻ്റെ ഒപ്പം ഇതെല്ലാം കൂടെ ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്തതാണ്. വലിയ വലിയ ഈവൻസ് സംഭവിച്ചുകൊണ്ടിരുന്നു.
പ്രയാഗ്രാജ് സമയത്ത് 29 കോടി ജനങ്ങൾ വന്നു. ഇതാ ഇപ്പൊ രാം ജന്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ഓരോ ദിവസവും ഓരോ ആഴ്ചയും. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് വരെ ഒരു ദിവസത്തിന് 3 ലക്ഷം ആവറേജ് ഉണ്ടായിരുന്നു. 3 തൊട്ട് 5 ലക്ഷം വരെ. ഇന്നും 1.5 ലക്ഷം ഭക്തജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ വിശ്വാസത്തോടെയാണ് വരുന്നത്. എല്ലാവരും വിശ്വാസത്തോടെ ആണ് ദൈവത്തിനെ ദർശിക്കുന്നത്. ദൈവത്തിനെ കണ്ട് സ്തംഭിച്ചു പോവുകയാണ്. എല്ലാവരും അത്ര എമോഷണൽ ആവുകയാണ്. അയോധ്യയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നേരിട്ട് അയോധ്യ കണ്ട് എല്ലാവരും സന്തോഷപ്പെടുവാണ്. അയോധ്യയിൽ 4 ലൈൻ, അയോധ്യയിൽ 6 ലൈൻ, അയോധ്യയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് മഹാഋഷി വാൽമീകിയുടെ പേരില്. ഇതാണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് സബരി അമ്മയുടെ പേരിലാണുള്ളത്. റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങൾ അതിന്റെ പേര് നോക്കുവാണെങ്കിൽ നിസാദ് രാജിന്റെ പേരിലാണുള്ളത്. ഇത് പുതിയ അയോധ്യയുടെ പുതിയ അടയാളം. പിന്നെ രാമന്റെ മുഴുവൻ സപ്പോർട്ടും ഉണ്ട്. ഇന്ന് അയോധ്യയോടൊപ്പം അതുണ്ടായ അയോധ്യയുടെ മുഴുവൻ ആഗ്രഹവും അദ്ദേഹം തീർത്തു തരികയാണ്. അതിന്റെ ഒപ്പം അയോധ്യയിൽ രാമജന്മ ഭൂമിയായിട്ട് സലാന്യാസ് ചെയ്യാൻ പോവുകയാണ്. പ്രാണപ്രതിഷ്ഠം ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ 11 ദിവസത്തിന് ശേഷം ഭഗവാൻ രാമപ്രഭുവിന് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം തന്നെ പോയി. അദ്ദേഹം തന്നെ തിരിച്ച് അയോധ്യയിലോട്ടൊന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി. രാമനാണ് ഈ നാടിന്റെ അടയാളമെന്ന് അദ്ദേഹം പറഞ്ഞു. രാമനെ ഈ നാടിനെ പിരിച്ചു നോക്കാൻ പാടില്ലെന്നും പറഞ്ഞു. എവിടെയാണോ ദൈവം ഉള്ളത് ആ നാടിന്റെ വളർച്ച അടയുന്നതിൽ ഒരിക്കലും ആരെ കൊണ്ട് തടയാൻ പറ്റില്ലെന്നും പറഞ്ഞു. വളരെ നല്ലൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വിചാരണ തുടരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് കേസ് മുക്താർ അൻസാരിയുടേതാണ്. അതിനെക്കുറിച്ച് സമാജ്വാദി പാർട്ടി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജയിലിൽ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നു എന്ന്. ചത്തല്ലേ പറ്റുള്ളൂ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ പേടിയുടെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. യോഗി സാർ, ഉത്തർപ്രദേശിൽ ധാരാളം പേർ പേടിച്ചാണ് ജീവിക്കുന്നത്. ചിലർ യുപിയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി, ചിലർ മുകളിലേക്ക് പോയി. बिनु भय होई न प्रीति. ആദ്യം തൊട്ടേ ഉത്തർപ്രദേശിലെ ജനങ്ങളെ പേടിപ്പിച്ചാണ് വെച്ചിരുന്നത്. ആരംഭം തൊട്ട് ഇതായിരുന്നു അവരുടെ ആഗ്രഹവും. ശ്രീരാമഭഗവാൻ പറഞ്ഞതുപോലെ निस्सरहीन करो मही भुचुटाए प्रण कीन. ഞങ്ങൾ രാമന്റെ ഭക്തജനങ്ങളാ, ഞങ്ങൾ ഇതന്നെ ചെയ്യുള്ളൂ. പല പാപികളുണ്ട്, കഷ്ടപ്പെടുന്നവര്, പെണ്ണുങ്ങള്, കച്ചവടക്കാര്, സാധാരണ ജനങ്ങളെ, റോട്ടിൽ നടന്നു പോകുന്ന ജനങ്ങളെ സുരക്ഷിതയില്ലാണ്ടാണ് ഇരുന്നത് ഇവരൊക്കെ. അവർക്ക് ഞാൻ ഒരു സുരക്ഷിതമായ അറ്റ്മോസ്ഫിയർ ഞാൻ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. നോ ബെയിൽ നോ ജയിൽ, നേരെ മുകളിലേക്കൊന്നും. നോക്കൂ, ഇപ്പൊ 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഞാനൊരു രാമന്റെ ഭക്തനാ. രാമൻ അരിയാസനത്തിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ചെയർ തിരിച്ചെടുത്തത്, അതുപോലെ തന്നെ അയോധ്യയിലുള്ള ചീത്ത കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്തേ പറ്റൂ. അതുതന്നെയാണ്, ഈ പണി തന്നെയാണ് ഞങ്ങൾ യുപിയിലും ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് കോൺഗ്രസും മറ്റുള്ള പാർട്ടികളും മാഫിയാസിനും ക്രിമിനൽസിനും ധൈര്യം കൊടുത്ത് അവരെ സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നത്. അവര് ഭരണകാലത്തിരുന്ന സമയം നിങ്ങൾ നോക്കുവാണെങ്കിൽ, അവരുടെ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എല്ലാ പ്രോട്ടോകോൾസും മറഞ്ഞിട്ട് ആ മാഫിയാസൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നേക്കും. ഇന്നത്തെ അവസ്ഥ നോക്കണം. ഞാൻ അറിഞ്ഞതുവരെ മാഫിയ കേസിൽ പോലീസ് അവനെ വിളിച്ചോണ്ട് വരുമ്പോൾ അവൻ്റെ പാൻറ് നനഞ്ഞിരുന്നു. പാൻറ് നനഞ്ഞെന്ന് വെച്ചാൽ ഒരു മാഫിയ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദിവസം സൗണ്ട് ഇട്ടോണ്ടിരുന്നു, സാർ എൻ്റെ ജീവൻ അപകടമാണ്. അപ്പം ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ നിങ്ങൾ കാരണം എത്ര പേര് ജീവൻ പോയി, ഇനിയിപ്പോൾ എന്നാത്തിനാ നീ നോക്കുന്നേ? ഇപ്പൊ ഇതിങ്ങനെയാണ് ഉള്ളത്. ഇപ്പോ ലേറ്റസ്റ്റ് കേസ് മുക്താർ അൻസാരിയുടേതാണ്. അതിനെക്കുറിച്ച് സമാജ്വാദി പാർട്ടി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജയിലിൽ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നു എന്ന്. ചത്തല്ലേ പറ്റുള്ളൂ, വേറൊരു വഴിയും ഇല്ലല്ലോ. നിങ്ങൾ തന്നെ എനിക്കൊരു കാര്യം പറയും. പല മനുഷ്യരെ കഷ്ടപ്പെട്ട രീതിയിൽ കൊന്ന ഒരു മനുഷ്യൻ
അവൻ എന്തോരം ദൂരം രക്ഷപ്പെട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കോൺഗ്രസിലെ ആൾക്കാർ അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരിക്കാവല്ലോ. സമാജ്വാദി പാർട്ടിയിലെ ആൾക്കാര് അവരപ്പോൾ എന്ത് ചെയ്തോണ്ടിരിക്കുമായിരുന്നു? അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിന് പോയിരുന്നു. അവരുടെ അടുത്ത് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കാൻ പോകുന്നത്? ഇതാണ് വലിയ വ്യത്യാസവും. വലിയൊരു രാമഭക്തനാണ് എക്സ് ചീഫ് മിനിസ്റ്റർ സർദേവ് കല്യാൺജിയും മരിച്ചുപോയിരുന്നു. സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് ഒരു മനുഷ്യത്വവും പോലും ഇല്ലാത്ത മനുഷ്യരായിരുന്നു. പക്ഷെ ഒരു മാഫിയയിലെ ആള് ചാവുന്ന സമയത്ത് അവരുടെ വീട്ടിന്റെ വാതിക്കെ പോയി കണ്ണീരും ചിന്തിയായിരുന്നോണ്ടിരുന്നത്. ഇതാണ് വ്യത്യാസം. ഇതാണ് നാട് ടോളറേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നതും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞങ്ങൾ മാഫിയകളെ എല്ലാവരും കൈക്കുമ്പിളിലാണ് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ജൂൺ 4-ന് ശേഷം ഒരു സേഫായ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് വരും. ഉത്തർപ്രദേശിനെ മാഫിയെന്ന് കംപ്ലീറ്റ് ഞങ്ങൾ എടുത്തു എന്നുള്ളൊരു അനൗൺസ്മെന്റും തരും. രണ്ടാമത്, മാഫിയ മൂലം സമ്പാദിച്ച സ്വത്ത് മുഴുവനും ഏത് വകയായിക്കോട്ടെ അവരാക്രമിച്ചെടുത്ത എല്ലാ സ്വത്തും ഗവൺമെന്റ് തിരിച്ച് മുഴുവനായിട്ട് എടുത്തേക്കും. ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രയാഗ്രാജില് ഒരു മാഫിയ ഗാങ് ഉണ്ടായിരുന്നു. ഒരു മാഫിയ ഗാങ് തെറ്റായ രീതിയിൽ എടുത്ത സമയത്ത് ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പുതിയ മിഷൻ കണ്ട് കോൺഗ്രസും ആ സഭ മൊത്തവും അങ്ങനെ പേടിയിലാണ്. ആ ബുൾഡോസർ ഉപയോഗിച്ചാണ് മുഴുവനും ക്ലീൻ ആക്കിയത്. ക്ലിയർ ചെയ്തതിന് ശേഷം അത് പാവപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇതിനുള്ള തീരുമാനവും എടുത്തു. ഇതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ മാഫിയ മൂലം തട്ടിപ്പറിക്കപ്പെട്ട എല്ലാ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും, പെണ്ണുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയും, അനാഥ പിള്ളേർക്ക് വേണ്ടിയും, അതിൻ്റെ ഒപ്പം മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള താഴ്ന്നവർക്ക് വേണ്ടി തന്നെയുള്ള ഹോസ്പിറ്റൽസും സ്കൂൾസും എല്ലാ നല്ല കാര്യങ്ങളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം. പക്ഷേ യുപിയിലുണ്ടായിരുന്ന മാഫിയാസ് മുഴുവനും മണ്ണോട് മണ്ണായിപ്പോയി. അതിന്റെ ഒപ്പം ഇനിയും മാഫിയാസിനെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് ആദ്യത്തെ ടാർഗറ്റ്. അതുമാത്രമല്ല, ഇവരാക്രമിച്ച സ്ഥലമൊക്കെ അവരുടെ അടുത്തും തന്നെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അവരാക്രമിച്ച എല്ലാ സ്ഥലങ്ങളും എന്തോരു സ്വത്തുണ്ടോ എല്ലാം എടുത്തേക്കും ഞങ്ങൾ. ഇവിടെ നോക്കിയാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ കാൻഡിഡേറ്റായ സിയാവുർ റഹ്മാൻ, ബർഖ്സാറിന്റെ ഗ്രാൻഡ്സൺ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഷാബുദ്ദീൻ, അത്തിഖ് അഹമ്മദ് ഒപ്പം മുക്താർ അൻസാരിയെയും താങ്കൾ മുകളിലേക്ക് പറഞ്ഞുവിട്ടു. സത്യമായിട്ടും അവരുടെ ത്യാഗങ്ങളൊന്നും വെറുതെ പോകില്ലെന്നും അദ്ദേഹം പറയുന്നു. പകരം വീട്ടുവെന്ന്. മുകളിലോട്ടാണോ പോയിരിക്കുന്നത്, താഴോട്ടാണോ പോയിരിക്കുന്നത് അതൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ. പക്ഷേ നിങ്ങളിത് നോക്കണം. ഒരു പാമ്പിന്റെ അടുത്തുനിന്ന് ശാന്തതയ്ക്ക് വേണ്ടി ഒരു ഉപദേശം കൊടുക്കാന്ന് വെച്ചാൽ അതൊരു പൊട്ടത്തരം തന്നെയായിരിക്കും. അവരുടെ പാരമ്പര്യ സംസാരം, അവരുടെ പാരമ്പര്യ സംസ്കാരവും ആ സംസ്കാര രീതി തന്നെയായിരിക്കും ഇതൊക്കെ കാറ്റോടൊപ്പം അങ്ങനെ പറന്നു പോയേക്കും. എല്ലാവരെക്കാളും കൂടുതൽ കംപ്ലൈന്റ് ചെയ്യുന്നത് അസം ഖാൻ സാറാണ്. അസം ഖാൻ സാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ ബുൾഡോസർ കൊണ്ടുവന്ന് മൊത്തം ഇടിച്ചു കളഞ്ഞു, അകത്തുള്ള പ്രോപ്പർട്ടി പോലും എടുക്കാനുള്ള സമയം കൊടുത്തില്ലെന്ന് പറയുന്നു. നോക്ക്, ഈ മഹാഭാരത കുടുംബത്തിന്റെ ശകുനി തന്നെ ഇദ്ദേഹം തന്നെയാണ്. ദ്രൗപദിയുടെ സാരി അഴിക്കുന്ന സമയത്ത് എല്ലാരും തന്നെ അനങ്ങാണ്ടാണ് ഇരുന്നത്. പക്ഷെ അതിൽ ഇദ്ദേഹത്തിന് സംബന്ധം ഉണ്ടായിരുന്നു. ദുര്യോധനനും ദുശാസനനും എന്തു ചെയ്യുമോ അത് തന്നെ കിട്ടത്തുള്ളൂ. അവരെന്ത് ചെയ്തോ അതിനുള്ള ഫലനാണ് ഇന്നും അവര് ഓരോ ദിവസങ്ങളായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആസം ഖാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, ഇവരൊക്കെ ഉത്തർപ്രദേശിന്റെ വളർച്ചയ്ക്ക് ബാധകമായിരുന്നു. പിന്നെ ഇന്നും ഉത്തർപ്രദേശില് ഈ നിയമത്തിന്റെ ഭരണത്തില് സാധാരണ ജനങ്ങള്, യുവാക്കളായിക്കോട്ടെ, പെണ്ണുങ്ങളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, പഠിച്ച ഒരാളായിക്കോട്ടെ, കച്ചവടക്കാരായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഇപ്പൊ പേടിയില്ലാത്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ഈ പേടിയില്ലാത്ത സിറ്റുവേഷൻ ഉത്തർപ്രദേശിലിരിക്കുന്നവർക്ക് ഉത്തർപ്രദേശ് പോലത്തെ ഒരു സ്ഥലത്ത് 40 ലക്ഷം മേലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി ഫെബ്രുവരിയില് 10 ലക്ഷം കോടിക്കുള്ള ആൾക്കാരുടെ ഉള്ളൊരു പ്രപ്പോസൽസ് ആണ് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം.
10,50,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ്. ഇത് യു പിയിൽ ഒരു ചിന്ത മാത്രമായിരുന്നു. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. 10,50,000 കോടി എന്ന് വെച്ചാൽ എത്രയോ യങ്സ്റ്റേഴ്സിനുള്ള പണിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇന്ന് യു പിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് കാരണം ലോയുടെ സിസ്റ്റം നന്നായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എൻവിറോൺമെന്റ് ആണ് ക്രിയേറ്റ് ആയത്. സ്റ്റേറ്റിലും സെൻട്രലിലും ഒരുപോലത്തെ ചിന്താഗതികളും ഒരുപോലത്തെ ടാർഗറ്റ് തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വളർച്ച, പാവങ്ങളുടെ ഗ്രോത്ത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ടാർഗറ്റ്. നാട്ടിന്റെ മേത്ത് ഇതിനായിട്ടുള്ള എല്ലാ സത്യങ്ങളും ഇവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ താങ്കളുടെ നോക്കുവാണെങ്കിൽ ബുൾഡോസറും അതിന്റെ ശബ്ദവും കൊൽക്കത്ത വരെ കേട്ടതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവിടുത്തെ ഹൈക്കോടതി ജഡ്ജി കൊൽക്കത്ത മേയറിനോട് പറഞ്ഞിരിക്കുകയാണ്, ഒരുപക്ഷെ താങ്കൾക്ക് കഴിയില്ലെങ്കിൽ യോഗിയുടെ അടുത്തു നിന്നും വാടകയ്ക്ക് എടുക്കാൻ. അതായത് ഉത്തർപ്രദേശിന്റെ ഈ ബുൾഡോസർ അന്യായം നടക്കത്തില്ല. ഉത്തർപ്രദേശിന്റെ പുതിയൊരു അടയാളമാണിത്. ഇത് ഞങ്ങളുടെ പുതിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. എക്സ്പ്രസ് വേയിന്റെ, പുതിയ എയർപോർട്ടിൻ്റെത്, പുതിയ ഹൈവേയുടേത്, പുതിയ ഇന്റർസ്റ്റേറ്റ് കണക്ടിവിറ്റിൻ്റെത്. ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ അത് ബുൾഡോസർ വെച്ച് പൊട്ടിക്കല്ലേ വേണ്ടത്. ഈ മാഫിയ പിന്നെ ഇവര് മൂലം എല്ലാരും മൂലവും ഏർപ്പെട്ട എല്ലാ തടസ്സങ്ങളും ഞങ്ങള് ബുൾഡോസർ വെച്ച് പെട്ടെന്ന് മാറ്റി. ഞങ്ങള് അങ്ങനെ മാറ്റുമ്പോൾ എല്ലാവർക്കും വേദനിക്കത്തല്ലേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതൊരു കഷ്ടത്തിനെ കൊടുക്കും. ഒരു രീതിയിലുള്ള വേദന ഉത്തർപ്രദേശിലുള്ള വക്കീലന്മാർക്കും ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മാറിയിരിക്കുന്നു, മാഫിയ എല്ലാം ഓടിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കുള്ള കേസുകളൊന്നും ലഭിക്കുന്നില്ലെന്ന്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, യോഗി സാർ കുറച്ചെങ്കിലും ക്രൈം അനുവദിക്കൂ, എന്നാലല്ലേ ഞങ്ങളുടെ ജീവിതം നടക്കുകയുള്ളെന്ന്. ഈ ലീഗൽ കമ്മ്യൂണിറ്റിയാണ് നാടിനെ ഇത്രയും ദിവസമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. പണിയെടുക്കാനായിട്ട് അവർക്ക് ഒരുപാട് സമയം തന്നെ ഉണ്ട്. ഈ വക്കാലത്ത് മാത്രമല്ലാണ്ട് അവരുടെ അടുത്ത് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ കോർട്ടിന്റെ ജുഡീഷ്യൽ ടെൻഡൻസി ഉണ്ട്. അത് മുന്നോട്ട് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിൽ ഇത് തീരും. 10 വർഷത്തിന് ശേഷം അവർ ചെയ്യുന്ന ഈ സോഷ്യൽ സർവീസില് പോളിറ്റിക്സിലും അവരുടെ ഈ ഓരോ ജനറേഷനും ഇങ്ങനെ ക്രിയേറ്റ് ആകും. നാട്ടിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടിലെ ഓരോ ജനങ്ങൾ എങ്ങനെ ലീഡെടുത്തോ അതുപോലെ തന്നെ. എനിക്കറിഞ്ഞതുവരെ സാമർത്ഥ്യം ലോ കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണുള്ളത്. അതവര് നോക്കിക്കോളും പതുക്കെ. ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം കൂടെ ആലോചിക്കാം. എനിക്കൊരു ചോദ്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിനും ഇപ്പോൾ താങ്കൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിനും എന്താണ് വ്യത്യാസം? ആദ്യം ഇവിടെ മാഫിയ സ്വാതന്ത്ര്യമായിട്ടാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. പെണ്ണുങ്ങൾക്കും കച്ചവടക്കാർക്കും അത്ര സുരക്ഷിതമില്ലായിരുന്നു. യുവാക്കൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കർഷകരൊക്കെ മരിച്ചോണ്ടാണ് ഇരുന്നത്. പാവപ്പെട്ടവർ ഭക്ഷണം ഇല്ലാണ്ട് ചത്തുപോയി. കഷ്ടപ്പെടുന്നവര് അസുഖത്തില് ആ വേദന സഹിക്കാൻ പറ്റാണ്ട് ഒന്നുകിൽ തന്നെത്താൻ മരിക്കുന്നു, ഇല്ലെങ്കിൽ സൂയിസൈഡിലോട്ട് അവരും നോക്കിപ്പോകുന്നു. ഇന്നിത് പുതിയ ഇന്ത്യയുടെ പുതിയ ഉത്തർപ്രദേശ്. പുതിയ ഉത്തർപ്രദേശില് പെണ്ണുങ്ങളോ കച്ചവടക്കാരോ ആരും പേടിക്കേണ്ട ഒരു ആവശ്യവും തന്നെ ഇല്ല. കുറ്റവാളികളെല്ലാം കഴുത്തി സ്ലേറ്റും തൂക്കിയിട്ടോണ്ട് ജീവൻ പിച്ച തരുമോ എന്നുള്ളത് ചോദ്യം ചോദിച്ചോണ്ടിരിക്കും. ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവൻ രക്ഷിച്ചോളാം, വയറ് നിറച്ചോളാം എന്ന് പറയും. ഇതാണ് മാറ്റം നടന്നതിപ്പോ. പുതിയ ഉത്തർപ്രദേശില് മുന്നെയൊക്കെ വലിയ വലിയ മാഫിയാക്കളുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ പോക്കറ്റിലാക്കി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെന്ന്. പ്രധാനമന്ത്രി എണീറ്റ് നിൽക്കും അവരെ കണ്ട. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥലത്തോട്ട് ഇവരെ വിളിച്ച് അദ്ദേഹത്തിന് നല്ല റെസ്പെക്റ്റും കൊടുത്തായിരുന്നു. ഇന്ന് ആ മാഫിയ തന്നെ നമ്മുടെ പോലീസിനെയൊക്കെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് ആർക്ക് പിന്നില്? ആദ്യമൊക്കെ പോലീസ് ഓടിപ്പോയി. ആരുടെയൊക്കെ പിന്നിൽ പോലീസ് സല്യൂട്ട് അടിച്ചോണ്ടിരുന്നോ? ഇന്ന് അവരെ തപ്പിയെടുക്കാനായിട്ട് പല ടീംസിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നവര് പോലീസുകാരൊക്കെ എതിർത്ത് നിൽക്കാൻ നോക്കുമ്പോൾ പാൻറ് നനഞ്ഞു കിടക്കുന്നത് കണ്ണി കാണാൻ പറ്റും. ഇന്ന് അവരൊക്കെ സാറേ ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾക്ക് ജീവൻ ഭിക്ഷ തരണം, ഞങ്ങളെ വിട്ടേക്ക് സാറേ എന്നും പറഞ്ഞ് യു പിന്ന് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും പോകാൻ അനുവദിക്ക്, ഞങ്ങളെല്ലാരും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി ഇരുന്നോളാം. ഈ പണി കോൺഗ്രസ് അല്ലേ നേരത്തെ ചെയ്തത്, സമാജ്വാദി പാർട്ടി ഇത് തന്നെ നേരത്തെ ചെയ്തത്. പേടിയില്ലാത്തൊരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്തു. യു പിയിൽ പല വളർച്ചകളും നടന്നു. ഒരു ദൈവദക്ഷിണയും നോക്കാണ്ട് എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. യു പിക്കകത്താണെങ്കിൽ ഒരു നല്ല സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഉത്തർപ്രദേശ് പോപ്പുലേഷൻ എല്ലാത്തിനേക്കാൾ വലുതായിരുന്നു. 2017 ഞങ്ങൾ വന്നതിന് ശേഷം എക്കണോമിയിൽ ഉത്തർപ്രദേശ് 6ാമത്തെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഇതെന്റെ മനസ്സുരി ഞാൻ സന്തോഷപ്പെട്ട് പറയുവാണ്. ഇന്ത്യയിൽ ഉത്തർപ്രദേശ് റവന്യൂ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റിൽ 2ാമത്തെ സ്ഥാനത്താണ്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു.
വളരെ വേഗത്തിൽ തന്നെ എക്കണോമിക് ലെവലില് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ വലിയ എക്കണോമിക്കൽ എഞ്ചിനായിട്ട് മാറാനുള്ള സ്ഥാനം ഉത്തർപ്രദേശിനാണ് ആദ്യമായിട്ട് തന്നെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് തന്നെയാണ് വ്യത്യാസം. ആദ്യം പേടിയുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, ക്രൈംസ് നടന്നിരുന്നു, കർഫ്യൂ നടന്നിരുന്നു. ഇന്ന് പേടിക്കേണ്ടാത്ത അവസ്ഥയുണ്ട്, വളർച്ചയുണ്ട്. ഓരോ മുഖത്തിലും ഓരോ ചിരി വരാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ഞങ്ങൾ ഇന്ന് ഓരോ ദിവസവും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം വിചാരണയുടെ ഫൈനൽ റൗണ്ട് ആണ്. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ജി എന്തോരം ദേഷ്യത്തിലാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയണം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒരു കുറ്റാരോപണമാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ യോഗിജി യഥാർത്ഥ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നേ ഇല്ലെന്ന്, മറ്റെന്തൊക്കെയോ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുകയാണെന്ന്. നോക്കൂ, ശരിക്കുള്ള പ്രശ്നം തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ മോദിജിയാണ് പറഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടി അവരുടെ മാനിഫെസ്റ്റോയിനെ പബ്ലിഷ് ചെയ്തിരുന്നു. ആ മാനിഫെസ്റ്റോന്റെ ടാർഗറ്റ് തന്നെ നാടിന്റെ വളർച്ച തന്നെയായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കാരണമാണ് ഈ കാര്യം മുന്നോട്ടെടുത്തോണ്ട് വന്നത്. ഞങ്ങൾക്ക് ഭരണമോ അല്ലെങ്കിൽ പവർ കിട്ടണമെന്ന് പറഞ്ഞല്ല ഇലക്ഷനിൽ നിന്നത്. ഞങ്ങൾക്ക് ഭരണം ആവശ്യപ്പെട്ടത് ഇന്ത്യ നെക്സ്റ്റ് ലെവലിലോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ടാ. പക്ഷേ കോൺഗ്രസും പിന്നെ ഈ NDA അലയൻസിനും ഉള്ളത് പവർ ആവശ്യം തന്നെയാണ്. അവരുടെ ഈ കുടുംബത്തിന് കാശും സ്വത്തും ഒക്കെ എടുത്തു വയ്ക്കാനും സന്തോഷപരമായിട്ടിരിക്കാനും. പ്രശ്നങ്ങൾ ഉപയോഗിച്ച് എല്ലാ പ്രോബ്ലംസിനെയും ഇങ്ങനെ ടാർഗറ്റൊക്കെ മാറ്റാൻ തന്നെ കോൺഗ്രസ് ഡോക്യുമെൻ്റാണ് ആദ്യം ഉപയോഗിച്ചത്. ഈ നാടിന് നടന്ന എല്ലാ അന്യായത്തിനും അത് തന്നെയാണ് കാരണം. ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിക്ക് ഒരു കാര്യമാണത്. ബാബാ സാഹിബ് ഭീമാറാവ് അംബേദ്കർ ഉണ്ടാക്കി വെച്ച ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നാണം കെടുത്തുന്ന രീതിക്കുള്ള ഡോക്യുമെൻ്റാണത്. ഇന്ത്യയിലെ ജനങ്ങളെ പിരിക്കാനായിട്ടുള്ള ഒരു പേപ്പറാണിത്. ജനങ്ങളെ പിരിക്കാനായിട്ടുള്ള ഒരു വിത്ത് തന്നെയാണിത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഇന്ത്യയുടെ പെണ്ണുങ്ങളെ നാണം കെടുത്തുന്ന രീതിയിലും പകുതി ജനത്തിന്റെ പോപ്പുലേഷനെ നാണം കെടുത്തുന്ന രീതിയിലുമാണത്. ഒരു ഭാഗത്ത് പെണ്ണുങ്ങളുടെ ശക്തി, നമ്മുടെ പുതിയ പാർലമെന്റിൽ എല്ലാവർക്കും സഹായപൂർവ്വമുള്ള നിയമമാണുള്ളത്. മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പേഴ്സണൽ ലോസ് പാസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം തരാമെന്ന്. ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒരു രീതിയിലും പിരിഞ്ഞു നോക്കാണ്ടുള്ള എല്ലാ വളർച്ചയ്ക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ എക്കണോമിനെ ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് കൺട്രീസിനോടൊപ്പം മാച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ മറ്റേ സൈഡ് നോക്കുവാണെങ്കിൽ കോൺഗ്രസ് ഇന്ത്യനെ പിന്നെയും മിഡിവൽ പീരീഡിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലുമായിരിക്കും. ഈ ടാർഗറ്റ് ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഒരുപക്ഷെ OBC SC STയുടെ റിസർവേഷൻ തടയാനായിട്ടുള്ള ശ്രമത്തിലാണെങ്കിൽ ആ പ്രശ്നത്തിനെക്കുറിച്ച് എടുത്ത് സംസാരിക്കുക അതിനെ തടഞ്ഞു നിർത്തിയിരിക്കും. കാരണം വെറും മതം മാത്രം വെച്ച് റിസർവേഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനോടെ പർപ്പസിന് തന്നെ എതിരായതാണ്. ഭീംറാവ് അംബേദ്കർ പറഞ്ഞതിനും എതിരായ കാര്യമാണ്. ഇതൊരിക്കലും ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കത്തില്ല സാർ. മറ്റൊരു കാര്യം, മോദിജി പാരമ്പര്യത്തിനൊക്കെ മര്യാദ കൊടുക്കണമെന്നുള്ളത് സംസാരിക്കുന്നു. കോൺഗ്രസ് പാരമ്പര്യ ടാക്സ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ജഡ്ജിയനെ പിന്നെയും കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. ഈ ജഡ്ജിയനെ ഭാരതീയ ജനതാ പാർട്ടി പുതിയ ഇന്ത്യയിലോട്ട് തീർച്ചയായിട്ടും വരാൻ സമ്മതിക്കില്ല സാർ. സമ്പാദിക്കാൻ കഴിയും. ഇന്ത്യയിലുള്ള കുടുംബങ്ങളുടെ കാശ് വെച്ച് ഇവരൊക്കെ സമ്പാദിക്കും സാർ. അവരുടെ അടുത്ത് ജഡ്ജിയാന്നും പറഞ്ഞ് ടാക്സ് എന്നും പറഞ്ഞ് കളക്ട് ചെയ്യാനായിട്ട് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ജനങ്ങളുടെ പ്രോപ്പർട്ടി ഒക്കെ കൈപ്പറ്റുകയാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തന്നെയാ അവർക്ക് ഭരണം കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. എക്സ്റേ ചെയ്യും. അയ്യോ, ആ എക്സ്റേ എല്ലാം ആ ജഡ്ജസ് അല്ലേ എടുത്തോണ്ട് വരേണ്ടത്. ആ പാരമ്പര്യ ടാക്സിനാണ് അത് ചെയ്യേണ്ടത്. ഇതൊക്കെ കാണുമ്പോഴാണ് സാർ ഔറംഗസീബിന്റെ ആത്മാവ് ഇദ്ദേഹത്തിനകത്താന്ന് പറയുന്നത്. പുതിയ ഇന്ത്യ ഒരിക്കലും ഔറംഗസീബിന്റെ ആത്മാവിനെ സമ്മതിക്കില്ല. യോഗി സാർ, അദ്ദേഹം കൂടുതൽ പരാതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾ പറയുന്നു എന്ന്. അഖിലേഷ് യാദവ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ കുടുംബത്തിലുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്നാണ്, താങ്കൾക്ക് കുടുംബം ഇല്ലല്ലോ എന്നാണ്. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നാട്ടില് വേറെ യാദവ് വേറെ ആരും ഇല്ലേ?
അവർക്കത് കൊടുക്കൂ. ഇത് നിങ്ങളുടെ പാർട്ടി, നിങ്ങൾക്ക് അതിൻ്റെ ഇതല്ലേ? അല്ല, വേറെ ആര് യാദവ് ഇല്ലേ? മിൻഫുരിയില്, ബദായോല്, ഫിറോസാബാദില്, കണ്ണൂസില്, ആദംഘട്ടില് 5 പേര് ഒരു വീട്ടിൽ ചേർന്നവരാ. ഒരാള് മാമനും, ഒരാള് ചിറ്റപ്പനും, ഒരാൾ അളിയനും, ഒരാളാ ചേട്ടനും. ദൈവമേ, മഹാഭാരതത്തിലുള്ള സ്വന്തം പോലെ ഇവരുടെ മുന്നേ ഫെയിലായി പോവും സാർ. മറ്റൊരു കാര്യം, നിങ്ങൾ ഡോക്ടർ റാമുലിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്വത്തുകളും പാരമ്പര്യ പ്രശ്നത്തിലും വരണ്ടെന്ന് പറഞ്ഞ് ലോഹയാജി അവരുടെ മുന്നേ വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരതൊക്കെ ഫോളോ ചെയ്തോ? ഇവർ ലോയയുടെ പേരൊക്കെ വെച്ച് ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഓരോ പണി നോക്കുവല്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പാരമ്പര്യത്തിനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഈ സൊസൈറ്റിയിലുള്ള ജനങ്ങൾ എങ്ങോട്ട് പോവും? അവരെക്കുറിച്ച് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാത്തത്? കോൺഗ്രസ് അത് തന്നെയാണ് സർ ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഇതിനു മുൻപ് മിനിസ്റ്ററായിരുന്നു, കാഞ്ചലാൽ ബുരിയ, ഫോർമൽ മിനിസ്റ്റർ. അദ്ദേഹം കല്യാണമായ സ്ത്രീകളോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും 1 ലക്ഷം രൂപ തരാമെന്ന്. ആർക്കൊക്കെ 2 ഭാര്യമാരുണ്ടോ അവർക്ക് 2 ലക്ഷം കിട്ടും. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ പൊട്ടത്തരം തന്നെയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് ഇവരുടെ കുടുംബങ്ങളാണ് ഏറ്റവും വലുത്, പക്ഷേ ഞങ്ങൾക്ക് നാടാണ് വലുത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നേഷൻ ഈസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മോദിജിക്ക് 140 കോടി ആൾക്കാർ സ്വന്തം കുടുംബമാണ്. എനിക്ക് ഉത്തർപ്രദേശിലുള്ള 25 കോടി ജനങ്ങളാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഫാമിലി അതിനെ വിചാരിച്ച് നമ്മൾ വിഷമിക്കുന്നതിന് പകരം ഞങ്ങൾ ഈ നാടിനെക്കുറിച്ച് ചിന്തിച്ചാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. റായ്ബെരിയിലെ കുടുംബങ്ങളെക്കുറിച്ച് ശരിക്കും സങ്കടപ്പെട്ടാണ് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അമ്മ മരിച്ചുപോയപ്പോൾ മകൻ എഴുന്നേറ്റ് നിന്നു, മകൻ മരിച്ചതിന് ശേഷം വിധവയായ മരുമകൾ എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെയാ പറയുന്നത്. കാരണം അവർ ജനങ്ങളുടെ ഓരോ ഫീലിങ്സ് വെച്ച് എമോഷണലി ഇങ്ങനെ കളിച്ചാണ് നാടിനെ തെറ്റായ രീതിക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അമേത്തി റായ്ബുരിയിലുള്ള ജനങ്ങള് ഇവർക്ക് നല്ലൊരു ഉത്തരവായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത്. അമേത്തിയിലെ ജനങ്ങള് പോയവട്ടം തന്നെ ഉത്തരം പറഞ്ഞിരുന്നു. റായ് ബറലിയിലെ ജനങ്ങൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഉത്തരം പറയും സർ. ഇനി കുടുംബരാഷ്ട്രം ഒരിക്കലും സംഭവിക്കില്ല സർ. പുതിയ ഇന്ത്യ, നേഷൻ ഫസ്റ്റ് എന്നുള്ള വാക്കിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഫാമിലിക്ക് വേണ്ടിയല്ല. ഇവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവര് പറയുന്നത് BJPയുടെ എക്സ്റ്റൻഡഡ് കുടുംബമാണ് EDയും CBIയും എന്ന്. സർ നോക്കൂ, ഇത് BJPയുടെ ഒപ്പം ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് വളരെ തെറ്റാ, മോശമാണ്. ED ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഇല്ല CBI ആയിക്കോട്ടെ, ഇവരൊക്കെ നാടിന്റെ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരവരുടെ ഡയറക്ടറെ അവിടെ സെലക്ട് ചെയ്യാനായിട്ടും അവർക്ക് ഓരോ സിസ്റ്റം ഉണ്ട്. അതിലെന്താന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് ഭരണ പാർട്ടിക്കാരും അതിലൊരു പാർട്ടായിട്ട് തന്നെ ഇരിക്കും. അതിനോടൊപ്പം അതിനെ BJPയോടെ ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ തലവന്റെ തലമേൽ വെച്ച് ഞങ്ങളുടെ ഓരോ രീതിയിൽ വാല്യൂസ് ആൻഡ് നല്ല രാഷ്ട്രീയമാണ് നടത്തുന്നത്. ആ വാല്യൂസിനും ഐഡിയൽസിനും ജനങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. ഇപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ബെയിൽ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായും EDയെയും ആക്രമിക്കും, BJPയെ ആക്രമിക്കും, നരേന്ദ്രമോദിയെ ആക്രമിക്കും. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾജി എന്തോരം ദേഷ്യത്തിലാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയണം. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം തന്റെ ആരോഗ്യത്തിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇവിടെ സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ബെയിൽ നൽകിയിരിക്കുന്നത്. 20 ദിവസം ക്യാമ്പയിൻ ചെയ്യാനുള്ള അനുമതി രാഷ്ട്രീയ നൽകി. ക്യാമ്പയിനിലൊക്കെ ചേരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ രാഷ്ട്രീയ ക്യാമ്പയിനിലൊക്കെ ചേർന്നോട്ടെ. പക്ഷെ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, അദ്ദേഹം ഈ വട്ടമെങ്കിലും സത്യം പറയാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. കാരണം നാട് ഇവരുടെയൊക്കെ നുണകൾ കേട്ട് ജനങ്ങൾ വല്ലാണ്ട് ടയേർഡായി. ഇപ്പം നാട്ടിൽ ജനങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് സത്യം മാത്രമാണ് പുറത്ത് വരണ്ടേന്ന്. ഇവരാണെങ്കിൽ ഒരിക്കലും സത്യം പറയത്തില്ല. പക്ഷെ ഇവരുടെ ശരിക്കുള്ള ഫേസസ് ഒക്കെ പുറത്തു വന്നു. പക്ഷെ ജയിലിൽ നിന്ന് വന്ന എല്ലാവരും ഇന്ത്യ അലയൻസിൽ നിന്ന് പുറത്തു വന്നവർ തന്നെയല്ലേ അവിടുന്ന് വന്നത്. ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ്. ഇതാ ഇവിടെ നോക്കൂ, നിങ്ങൾ ബീഹാറിൽ വെച്ച് നോക്കൂ, ഇനിയും നാട്ടിൽ വേറെ വേറെ സ്ഥലത്ത് നിങ്ങൾ പോയി നോക്ക്. ഇവരുടെ എല്ലാവരുടേതും ഒരു കഥ തന്നെയാണ്. അതെന്നാന്ന് ഇത് വെച്ചാൽ, അന്ന് ഒരു മീം വന്നിരുന്നു. അതിൽ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഒന്നിച്ചു ചേർന്ന് ED മുബാരക് എന്ന് പറഞ്ഞു.
നോക്കൂ, ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ അവരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു കാര്യവും ഇല്ല. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള ജനങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം കൂടെ അവർ മറയ്ക്കാനായിട്ട് നാടിൻ്റെ ഈ ഓർഗനൈസേഷനെ കുറ്റവാളികൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് അവരെന്തൊക്കെ ചെയ്തെന്ന് നന്നായിട്ട് തന്നെ അറിയാം. അതിനെല്ലാം ഉത്തരം പറയുന്ന രീതിക്ക് തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് ഉത്തരം പറയും അവർ. യോഗിജി, താങ്കളോട് ഞങ്ങൾ എല്ലാ സബ്ജക്റ്റിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. താങ്കൾ ഒന്നും തന്നെ അവോയ്ഡ് ചെയ്തില്ല, എല്ലാത്തിനും വ്യക്തമായ ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ യോഗേഷ് സിംഗിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി യോഗി ആദിത്യനാഥാണ്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ യോഗേഷ് സിംഗിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. യോഗി ആദിത്യനാഥ് സാർ, നിങ്ങൾ സന്യാസം, നേതൃത്വം, പിന്നെ നല്ല വ്യക്തിത്വം എല്ലാത്തിൻ്റെയും ഒരു സംഗമമാണ്. ഇന്ന് ഈ നീതിപീഠത്തിൽ നിങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. നിങ്ങളതൊക്കെ വളരെ ശരിയായ രീതിയിൽ, നല്ല വ്യക്തമായ രീതിയിൽ തന്നെ സത്യസന്ധമായി ഡിഫെൻഡ് ചെയ്തു. നിങ്ങൾ കടമകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണം നിർവഹിക്കുന്നു, രാജ്യത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്നു. നിങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള സ്നേഹം അത് ഈ രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും ആവേശം നൽകുന്നു. നിങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യ 2047 തന്നെ ഒരു വികസിത രാജ്യമാവും. ഈ നീതിപീഠം നിങ്ങളെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും വിമുക്തനാക്കുന്നു.